അപ്പൊ നമുക്ക് ഇന്ന് നമ്മളുടെ രണ്ടാമത്തെ യൂണിറ്റില് സെക്കൻഡ് യൂണിറ്റ്, അതായത് ബിസിനസ് എൻവയോൺമെന്റ് പോളിസി ആൻഡ് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം. സോ ഈ സെക്കൻഡ് യൂണിറ്റിലെ മോഡ്യൂൾ 1ഉം 2ഉം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ഡിസ്കസ് ചെയ്ത് പോയി. ഇന്ന് നമുക്ക് മോഡ്യൂൾ 3, 4, 5 നോക്കാമേ. ഇതിൽ നിന്ന് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള മാക്സിമം ക്വസ്റ്റ്യൻസ് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാം. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ അടുത്ത മൂന്നാമത്തെ യൂണിറ്റ് ആയിരിക്കും കേട്ടോ. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഫൈനാൻഷ്യൽ ആൻഡ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ് ആയിരിക്കും. അതിലെ മോഡ്യൂൾ 1ഉം 2ഉം ആയിരിക്കും നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത്. അപ്പൊ നിങ്ങളോട് ഈ ക്ലാസ്സിന്റെ തുടക്കത്തിൽ തന്നെ ഞാൻ അങ്ങ് നെക്സ്റ്റ് ക്ലാസ്സിലെ പോർഷൻസ് പറയുകയാണേ. അപ്പൊ അതനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് നോക്കിയിട്ട് വരണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാനും പറ്റും. അപ്പോ അടുത്ത ക്ലാസ്സിൽ നമ്മൾ എടുക്കുന്നത് ഫൈനാൻഷ്യൽ ആൻഡ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിന്റെ മോഡ്യൂൾ 1 ആൻഡ് മോഡ്യൂൾ 2 ആയിരിക്കും. ഇന്ന് നമുക്ക് യൂണിറ്റ് 2ലെ മോഡ്യൂൾ 3, 4, 5 പഠിക്കാം. അതിൽ നിന്നുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാം. അവിടെ നമുക്ക് ഗവൺമെന്റ് ആൻഡ് ബിസിനസ്, WTO, വേൾഡ് ബാങ്ക്, FDI, പിന്നെ എക്സിം പോളിസി, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, PPP പോളിസി, ഇങ്ങനെ കുറച്ചധികം ഏരിയാസ് നമുക്ക് നോക്കാനായിട്ടുണ്ട്. നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് നോക്കി ഓരോന്നിനെയും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പോകാം. ഒരു 2 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇനി ആരെങ്കിലും ജോയിൻ ചെയ്യാനുണ്ടെങ്കിൽ അവരോട് വന്നിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പഠിച്ചോ നിങ്ങൾ? ഈ പോർഷൻ പഠിച്ചിരുന്നോ? യൂണിറ്റ് 2 പഠിച്ചോ എല്ലാരും? ഒന്ന് പറഞ്ഞേ. ജിഷി, പിന്നെ ബാക്കിയുള്ളവരൊക്കെയോ പഠിച്ചില്ലേ? പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒരു തംസ് ഒന്നിട്ടേ. നോക്കിയിട്ടില്ലേ നിങ്ങള്? ആര്യ, തോമസ്, ശ്രീലക്ഷ്മി, ഓക്കെ, നമുക്ക് എന്താ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. നിങ്ങൾ എല്ലാവരും ആൻസർ ചെയ്യണേ. നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസ് നോക്കുമ്പോഴും എപ്പോഴും ചെയ്യുന്ന പോലെ നിങ്ങളൊന്ന് ആൻസർ ചെയ്യണം കേട്ടോ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇത് തൊട്ട് കഴിഞ്ഞ എക്സാം ആണ് കേട്ടോ. തൊട്ട് കഴിഞ്ഞ ജൂലൈ 2025 എക്സാം ആണ്. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ പ്രൈമർലി ഫോക്കസ് ഓൺ WTOയുടെ പ്രൈമറി ഫോക്കസ് എന്താണ്? റെഗുലേറ്റിംഗ് ഇന്റർനാഷണൽ ലേബർ ലോ ഫോർ ഗ്രോത്ത് ഓഫ് വേൾഡ് ട്രേഡ്, promoting and regulating international trade between countries, providing financial aid to developing countries to compete with developed countries, setting global interest rate to multinational organizations. WTO നമുക്കറിയാം, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ആണ് അല്ലെ. WTO എന്ന് പറയുമ്പോൾ അവരെന്താണ്? ട്രേഡ്, ഇന്റർനാഷണൽ ട്രേഡ്. ആ പേരിൽ തന്നെ നമുക്കുണ്ട്. ഇന്റർനാഷണൽ ട്രേഡ് ആണ് അവര്. രാജ്യങ്ങൾ തമ്മിലുള്ള ട്രേഡ് റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് WTOയുടെ പ്രൈമറി ഫോക്കസ്. അപ്പൊ ഇവിടെ ഓപ്ഷൻ എയുമായിട്ട് നമുക്ക് ചിലപ്പോ ഒന്ന് കൺഫ്യൂസിങ് ആകും. പക്ഷെ അവിടെ എടുത്ത് പറഞ്ഞിട്ടുണ്ട് ലേബർ ലോ, അതായത് ഇന്റർനാഷണൽ ലേബർ ലോ റെഗുലേറ്റ് ചെയ്യാന്നാ പറഞ്ഞേക്കുന്നത്. അതല്ലല്ലോ WTOയുടെ ഫോക്കസ്. ലേബർ ലോ റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളതല്ല. അവിടെ രാജ്യങ്ങൾ തമ്മിലുള്ള ട്രേഡ് ആണ് റെഗുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഓപ്ഷൻ ബിയിലേക്ക് തന്നെ വരാം. നമ്മളെ തെറ്റിക്കാനും കൺഫ്യൂസിങ് ആക്കാനും ഒക്കെ വേണ്ടിയിട്ട് അവരിങ്ങനെ ഉള്ള ഓപ്ഷൻസ് കൂടെ ഉൾപ്പെടുത്തുന്നത്. അപ്പോ WTOയുടെ പ്രത്യേകത നമ്മൾ പറഞ്ഞു. WTO എന്ന് പറയുന്നത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് 1995 ദെൻ ഈ പറയുന്ന WTO എന്ന് പറയുന്നത് ഗാട്ട്, ജനറൽ എഗ്രിമെന്റ് ഓൺ ടാരിഫ് ആൻഡ് ട്രേഡ്, ഗാട്ടിനെ റീപ്ലേസ് ചെയ്തിട്ടാണ് WTO വന്നിട്ടുള്ളത് അല്ലെ. ഗാട്ടിനെ അതും ഒരു പ്രീവിയസ് ഇയർ ചോദ്യമാണ് കേട്ടോ. അതായത്
ജനറൽ എഗ്രിമെന്റ് ഓൺ ടാരിഫ് ആൻഡ് ട്രേഡ്, ഗാട്ടിനെ റീപ്ലേസ് ചെയ്തിട്ട് വന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതാണെന്ന് ചോദിച്ചാൽ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ WTO ആണ്. അപ്പൊ ഈ WTO ഗാട്ടിനെ റീപ്ലേസ് ചെയ്തത് 1947 ഓർക്കുക. ദെൻ WTOയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ജനീവ, സ്വിറ്റ്സർലൻഡ് ആണ് കേട്ടോ. സോറി, WTO ഗാട്ടിനെ റീപ്ലേസ് ചെയ്തത് WTO ആണ്. ഇത് ഗാട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ് 1947 കേട്ടോ. ഗാട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത് 1947 ദെൻ WTO 1995 എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഈ ഹെഡ് ക്വാർട്ടേഴ്സ് നിങ്ങൾക്ക് ചോദിക്കും. ഹെഡ് ക്വാർട്ടേഴ്സ് പ്രീവിയസ് ഇയറിൽ ക്വസ്റ്റ്യൻ ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഹെഡ് ക്വാർട്ടേഴ്സ് ജനീവയാണ് കേട്ടോ, സ്വിറ്റ്സർലൻഡ്, ജനീവ, സ്വിറ്റ്സർലൻഡ്. അപ്പോൾ WTO പറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. പ്രീവിയസ് ഇയറിൽ ഇനി വരുന്ന എക്സാമിനും നിങ്ങൾക്ക് ചോദിക്കും കേട്ടോ. WTOയും അതേപോലെ ഗാട്ടും പിന്നെ വേൾഡ് ബാങ്കും ഒക്കെ നമുക്ക് ക്വസ്റ്റ്യൻ തരും. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. Which of the following is the primary function of World Bank? വേൾഡ് ബാങ്കിന്റെ പ്രൈമറി ഫംഗ്ഷൻ എന്താണെന്നാണ് നെക്സ്റ്റ് ചോദ്യം. നോക്കിക്കേ. Promote free trade and control global inflation rate. Provide long-term loan and financial assistance to developing country for development project. Regulate international trade agreement and national bank. Use of new innovations in banking technology in developing nations. വേൾഡ് ബാങ്കിന്റെ പ്രൈമറി ഫംഗ്ഷൻ എന്താണ്? എല്ലാരും ആൻസർ ചെയ്യണേ, എല്ലാരും പറയണേ. യെസ്, വേൾഡ് ബാങ്ക് എന്ന് പറയുന്നത് അവരുടെ പ്രൈമറി ഫംഗ്ഷൻ എന്താ? ഈ ഡെവലപ്പിംഗ് കൺട്രീസിന് ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുക എന്നുള്ളതാണ് അല്ലെ. WTO എന്ന് പറയുമ്പോൾ ട്രേഡ് ആണ്. കറക്റ്റ് ആൻസർ ആണ് കേട്ടോ, B ആണ് കറക്റ്റ് ആൻസർ. WTO എന്ന് പറയുമ്പോൾ അവര് ട്രേഡിനെ റെഗുലേറ്റ് ചെയ്യുക, ഇന്റർനാഷണൽ ട്രേഡിനെ റെഗുലേറ്റ് ചെയ്യുന്നവരാണ് WTO. വേൾഡ് ബാങ്ക് അങ്ങനെയല്ല. വേൾഡ് ബാങ്ക് എന്ന് പറയുന്നത് ഡെവലപ്പിംഗ് കൺട്രീസിന് ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ്, അതേപോലെ ലോങ് ടേം ലോണുകളും മറ്റു പല ഫൈനാൻഷ്യൽ അസിസ്റ്റൻസും കൊടുക്കുക എന്നുള്ളതാണ് വേൾഡ് ബാങ്കിന്റെ പ്രൈമറി എയിം. അപ്പൊ ഈ വേൾഡ് ബാങ്ക് ഡെവലപ്പിംഗ് കൺട്രീസിന് വേണ്ടി അല്ലെങ്കിൽ അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിനെ ഡെവലപ്പ് ആക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഈ ലോ ഇൻട്രസ്റ്റ് ലോണുകളും അതേപോലെ ഇൻട്രസ്റ്റ് ഫ്രീ ലോണുകളും സബ്സിഡീസും ഒക്കെ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ചോദ്യം നോക്കാം. ഇതൊക്കെ ഉറപ്പ് ഷുവർ ക്വസ്റ്റ്യൻസ് ആട്ടോ. FDI FPI നിങ്ങൾക്ക് ഉറപ്പായിട്ടും ചോദിക്കും. നോക്കിക്കേ. ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്, FDI റെഫേഴ്സ് ടു. നമുക്ക് എപ്പോഴും തിരിഞ്ഞു പോകുന്ന ഈ FDIയും FPIയും. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇനി തിരിഞ്ഞു പോകരുത്, നമുക്ക് അതിനെ കൃത്യമായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്ത് പഠിക്കാം. ഇതിൽ FDI ഏതായിരിക്കും? ഇൻവെസ്റ്റ്മെന്റ് മെയ്ഡ് ബൈ എ കമ്പനി ഓർ ഇൻഡിവിജ്വൽ ഇൻ ദ സ്റ്റോക്ക് മാർക്കറ്റ് ഓഫ് അനദർ കൺട്രി. Loan given by international financial institution to multinational companies. Investment made by a company or individual in business interest located in another country, typically through ownership or control of asset. Then exporting goods to another country with the assistance of big companies of that country. എല്ലാവർക്കും സി തന്നെയാണോ? എല്ലാവരും സി ആണോ പറയുന്നേ? ഒരാളെ ഉണ്ടല്ലേ, ബാക്കി എല്ലാവരും സി ആണ്. ഇവിടെ നമുക്ക് FDIയും FPIയും ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റും ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റും സാധാരണ തിരിഞ്ഞു പോകുന്ന ഐറ്റംസ് ആണ്. അപ്പൊ ഇവിടെ നമുക്ക് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇത്രയും ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പം ഇത് രണ്ടും FDI ആണെങ്കിലും FPI ആണെങ്കിലും ഇത് രണ്ടും രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള റിലേഷനാണ്. അതായത് ഒരു രാജ്യത്തു നിന്ന് ഒരു രാജ്യത്തുള്ളവര് മറ്റൊരു രാജ്യത്ത് പോയിട്ട് ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നതാണ്. അതുകൊണ്ടാണല്ലോ ഫോറിൻ എന്നൊരു വാക്ക് അവിടെ വന്നത്. ഇനി ഇത് പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ് ആണോ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആണോ എന്ന് അറിയാനായിട്ട് നിങ്ങൾ ഇത്രയും ചിന്തിക്കുക. ആ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ നടത്തിയത് ഒരു ലാസ്റ്റിംഗ് ഇൻട്രസ്റ്റോട് കൂടിയാണ് എന്നുണ്ടെങ്കിൽ അതാണ്
ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്. ഒരു ലാസ്റ്റിംഗ് ഇൻട്രസ്റ്റ്, അതായത് നമുക്കിപ്പം ഇപ്പൊ ഞാൻ ഇന്ത്യയിലാണ്, ഞാൻ US പോയിട്ട് ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തുക. അത് പല രീതിയിൽ എനിക്ക് ഇൻവെസ്റ്റ്മെന്റ് നടത്തിക്കൂടെ? ഞാനിപ്പോ US പോയിട്ട് ഒരു കട തുടങ്ങി, അല്ലെങ്കിൽ അവിടുത്തെ ഒരു കമ്പനിയുടെ ഷെയറോ ഡിബഞ്ചറോ ഒക്കെ വാങ്ങി. ഇങ്ങനെയൊക്കെ പലതരത്തിൽ എനിക്ക് ഇൻവെസ്റ്റ്മെന്റ് നടത്താം. അപ്പോ ഈ ഇൻവെസ്റ്റ്മെന്റ് നടത്തുമ്പോൾ ഉള്ള എന്റെ ലക്ഷ്യം ഒരു ലാസ്റ്റിംഗ് ഇൻട്രസ്റ്റ്, ഒരു ലോങ് ലാസ്റ്റിംഗ് ഇൻട്രസ്റ്റ് കീപ്പ് ചെയ്യുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണെങ്കിൽ അത് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഇനി അല്ല, നമ്മുടെ പെട്ടെന്നുള്ള ലാഭത്തിനൊക്കെ വേണ്ടിയിട്ടാണ് ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നതെങ്കിൽ അത് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആണ് ചോദിച്ചേക്കുന്നത്, ഒരു ലാസ്റ്റിംഗ് ഇൻട്രസ്റ്റ് ആണ്. അപ്പൊ നമ്മള് മറ്റൊരു രാജ്യത്ത് പോയിട്ട്, യെസ്, ഇവിടെ സി ആണ് കറക്റ്റ് ആൻസർ. അപ്പൊ നമ്മൾ മറ്റൊരു രാജ്യത്ത് പോയിട്ട് അവിടെ അവരുടെ അസറ്റിൽ ഒരു ഓണർഷിപ്പ് കിട്ടുക, അല്ലെങ്കിൽ സിംപിളി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ പോയി ഒരു കട ഇട്ടു, നമ്മൾ അവിടെ പോയി ഒരു കമ്പനി തുടങ്ങി, അവിടുത്തെ ഒരു ഓണർഷിപ്പ്, അതായത് നമ്മൾ അവിടെ പോയി സ്വന്തമായിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, അല്ലെങ്കിൽ നമ്മൾ അവിടെ പോയി ഒരു കട ഇട്ടു. ഈ ഒരു രീതിയിലാണ് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നതെങ്കിൽ അത് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. സോ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഒരു ലാസ്റ്റിംഗ് ഇൻട്രസ്റ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയായിരിക്കും നടത്തുന്നത്. ഇവിടെ ഈ ലാസ്റ്റിംഗ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു കാര്യമാണ് FDIയെയും FPIയെയും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, നമ്മള് മറ്റൊരു രാജ്യത്ത് പോയിട്ട് അവിടുത്തെ ഡിബഞ്ചറുകൾ വാങ്ങുന്നു. ഈ ഡിബഞ്ചർ വാങ്ങുന്നു, അല്ലെങ്കിൽ അവരുടെ എന്താ പറയാ സെക്യൂരിറ്റീസ് വാങ്ങാം. ഈ സെക്യൂരിറ്റീസ് ഒക്കെ വാങ്ങുക എന്നുള്ളത് നമ്മൾ എപ്പോഴും സാധാരണ ഷെയറുകൾ വാങ്ങും, വില കുറയുമ്പോൾ വാങ്ങും, വില കൂടുമ്പോൾ വിൽക്കും. അവിടെ ഒരു ലാസ്റ്റിംഗ് ഇൻട്രസ്റ്റ് അല്ല. നമ്മളൊരു ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതും അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടുകളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെന്റുകളൊന്നും ഒരു ലാസ്റ്റിംഗ് ഇൻട്രസ്റ്റ് അല്ല. നമ്മൾ വാങ്ങി, വില കുറഞ്ഞപ്പോ വാങ്ങി, ഇനി ഇതിന് വില കൂടുമ്പോൾ നമ്മൾ അത് വിൽക്കും, അങ്ങനെ നമുക്കൊരു ലാഭം ഉണ്ടാകും. ഇങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെന്റുകളൊക്കെ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും. അത് പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഒരു ലാസ്റ്റിംഗ് ഇൻട്രസ്റ്റ് കീപ്പ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ആ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നതെങ്കിൽ അതാണ് അവിടെ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്, FDI എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ അവിടെ പോയൊരു കടയിട്ടു, നമ്മളൊരു കടയിടുന്നത് കൂട്ടിക്കൊണ്ട് പോകാനല്ല, കാലാകാലങ്ങൾ അവിടെ നമുക്ക് അത് എസ്റ്റാബ്ലിഷ് ചെയ്യാനാണ്, അല്ലെങ്കിൽ ആ ബിസിനസ് നമുക്ക് അവിടെ കുറെ കാലം നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്ത് വലിയൊരു ബിസിനസ് ആക്കി മാറ്റി അതിന്റെ ബ്രാഞ്ചുകളൊക്കെ ഇടാം. അങ്ങനെയൊക്കെ ഒരു ലക്ഷ്യത്തോടായിരിക്കും നമ്മളിപ്പം മറ്റൊരു രാജ്യത്ത് പോയിട്ട് ഒരു ബിസിനസ് തുടങ്ങുന്നത്. അതൊക്കെ FDI ആണ്, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇതും നിങ്ങൾക്ക് ഷുവർ ആണ് കേട്ടോ. റീജിയണൽ എക്കണോമിക് ഇന്റഗ്രേഷൻസ്, അതിലെ കസ്റ്റംസ് യൂണിയനെ പറ്റിയാണ് ചോദിച്ചേക്കുന്നത്. കസ്റ്റംസ് യൂണിയൻ റെഫേഴ്സ് ടു എ ഗ്രൂപ്പ് ഓഫ് കൺട്രി ദാറ്റ് ഹാവ്, കസ്റ്റംസ് യൂണിയന്റെ പ്രത്യേകതയാണ്, നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഇത് പഠിക്കാം. So they adopted a common external tariff on imports from non-member country and allowed free trade among themselves. Then agreed to allow free movement of goods, service, capital and labor. Established a unified currency among them by purchase goods from outside countries outside the group. Then abolished all forms of trade with the nation outside that group. ഇതിൽ ഏതാണ് കസ്റ്റംസ് യൂണിയന്റെ പ്രത്യേകത? A ആണോ B ആണോ? വേഗം പറഞ്ഞോ. ഫ്രീ ട്രേഡ് ഏരിയ ഉണ്ട്, കസ്റ്റംസ് യൂണിയൻ ഉണ്ട്, കോമൺ മാർക്കറ്റ് ഉണ്ട്. ഇങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എക്കണോമിക് ഇന്റഗ്രേഷൻസ് നമ്മൾ പഠിക്കും. ഇവിടെ കസ്റ്റംസ് യൂണിയൻ എന്ന് പറയുന്നതിന്റെ പ്രത്യേകത എന്താണ്? ഓപ്ഷൻ A ആണ് അല്ലെ. അതായത് കസ്റ്റംസ് യൂണിയൻ ആണെങ്കിൽ രാജ്യങ്ങൾ തമ്മിൽ എന്തില്ല? ടാരിഫ് ഇല്ല. അതായത്
ഈ ട്രേഡ് എഗ്രിമെന്റുകൾ എന്ന് പറയുന്നത് എന്താ, അല്ലെങ്കിൽ ഈ റീജിയണൽ എക്കണോമിക് ഇന്റഗ്രേഷൻ, റീജിയണൽ ട്രേഡ് എഗ്രിമെന്റ് അല്ലെങ്കിൽ റീജിയണൽ എക്കണോമിക് ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? കുറെ രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു എഗ്രിമെന്റ് ആണ് അല്ലെ. അതായത് അവര് തമ്മിൽ ഈ ട്രേഡ് കുറച്ചും കൂടെ ലിബറലൈസ് ചെയ്യാനുള്ള എഗ്രിമെന്റുകളാണ്. ഈ രാജ്യങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്പോർട്ടും ഇമ്പോർട്ടും ഒക്കെ നടക്കുമല്ലോ. അപ്പൊ ഈ ട്രേഡ് എന്ത് ചെയ്യാനാ, കുറച്ചുകൂടി ഒന്ന് ലിബറലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള എഗ്രിമെന്റുകളാണ്. പല രാജ്യങ്ങൾ തമ്മിൽ ഈ എഗ്രിമെന്റ് വെക്കും അല്ലെ. അപ്പൊ അതില് കസ്റ്റംസ് യൂണിയൻ എന്ന് പറയുന്ന കസ്റ്റംസ് യൂണിയന്റെ പ്രത്യേകത എന്താ? കസ്റ്റംസ് യൂണിയൻ എന്ന് പറഞ്ഞാൽ അവിടെ ഈ മെമ്പർ കൺട്രീസ് കാണും. ഓരോന്നിലും മെമ്പർ കൺട്രീസ് ഉണ്ടല്ലോ. ഈ കസ്റ്റംസ് യൂണിയനകത്ത് വരുന്ന മെമ്പർ കൺട്രീസ് ഇവര് ഈ ഒരു യൂണിയൻ ആയിട്ട് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ആയിട്ട് തിരിഞ്ഞിരിക്കുന്ന എന്തിനാ? അവര് തമ്മിൽ എന്തില്ല, അവര് തമ്മിൽ ട്രേഡ് നടക്കുമ്പോൾ ഫ്രീ ട്രേഡ് ആണ്. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ടാരിഫുകളില്ല, ടാക്സുകളില്ല. കസ്റ്റംസ് യൂണിയനകത്ത് ഇപ്പൊ 5 രാജ്യങ്ങൾ ഉണ്ടെങ്കിൽ ഈ 5 രാജ്യങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്പോർട്ടും ഇമ്പോർട്ടും ഒക്കെ ചെയ്യാം. അതിന് എന്തില്ല, ടാരിഫ് ഇല്ല. ഇനി കസ്റ്റംസ് യൂണിയന്റെ ഒരു പ്രത്യേകതയാണ് മെമ്പർ കൺട്രീസ് തമ്മിൽ എന്തില്ല, ടാരിഫ് ഇല്ല. ഇനി എക്സ്റ്റേണൽ കൺട്രീസുമായിട്ട് ട്രേഡ് നടത്തുമ്പോൾ അവരുടെ ടാരിഫ് കോമൺ ആയിരിക്കും, കോമൺ എക്സ്റ്റേണൽ ടാരിഫ് ആയിരിക്കും. അതായത് ഇപ്പൊ ഇന്ത്യയും US-ഉം കാനഡയും മെക്സിക്കോയും ഇവര് 4 പേരൂടെ ചേർന്നിട്ട് ഒരു എഗ്രിമെന്റ് വെച്ചുകൊണ്ടിരിക്കട്ടെ. അത് കസ്റ്റംസ് യൂണിയൻ ആണെങ്കിൽ അതിന്റെ പ്രത്യേകത ഈ 4 രാജ്യങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രേഡ് നടത്തുമ്പോൾ ഇവർക്ക് ടാക്സ് ഒന്നും കൊടുക്കണ്ട. ഇനി ഇവർ ഓരോരുത്തരും ഇവർ എക്സ്റ്റേണൽ കൺട്രിയുമായിട്ട് ട്രേഡ് നടത്തുമല്ലോ. ഇപ്പൊ ഇന്ത്യ ഇപ്പൊ ഇവരുടെ ഈ എഗ്രിമെന്റിനകത്ത് ഇല്ലാത്തൊരു കൺട്രി ഉണ്ട്. ഇപ്പൊ ഈ എഗ്രിമെന്റിനകത്ത് ഇല്ലാത്തൊരു കൺട്രിയാണ് എന്താ നമുക്ക് പറയാ, ആഫ്രിക്ക ഈ എഗ്രിമെന്റിൽ ഇല്ലാത്തൊരു കൺട്രി ആണെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഇവര് ഇന്ത്യ ആഫ്രിക്കയുമായിട്ടൊരു ട്രേഡ് നടത്തി, അപ്പോ ഒരു ടാരിഫ് കൊടുക്കണമല്ലോ. കാരണം അവര് എഗ്രിമെന്റിനകത്ത് ഇല്ല, മെമ്പർ കൺട്രി അല്ല. അപ്പൊ എക്സ്റ്റേണൽ രാജ്യവുമായിട്ട് ട്രേഡ് നടത്തുമ്പോൾ ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരും അവര് തമ്മിൽ. അപ്പോ ഈ എക്സ്റ്റേണൽ ടാരിഫ് കോമൺ ആയിരിക്കും. കസ്റ്റംസ് യൂണിയനിലാണെങ്കിൽ എക്സ്റ്റേണൽ ടാരിഫ് കോമൺ ആയിരിക്കും. അതായത് ഈ മെമ്പർ കൺട്രീസിൽ ആര് വെളിയിലുള്ള ഒരു രാജ്യവുമായിട്ട് ട്രേഡ് നടത്തിയാലും ഈ ടാരിഫ് എന്ന് പറയുന്ന എല്ലാവർക്കും കോമൺ ആയിരിക്കും. അതാണ് കസ്റ്റംസ് യൂണിയന്റെ പ്രത്യേകത. അതെ, ഇത് നിങ്ങൾ പഠിച്ചാൽ മതി. എക്സാമിന് എന്ത് ചോദിച്ചാലും നമുക്ക് ഇവിടുന്ന് ആൻസർ ഉണ്ട്. ഇവിടെ ഏത് ഫ്രീ ട്രേഡ് ഏരിയ ചോദിച്ചാലും, കസ്റ്റംസ് യൂണിയൻ ചോദിച്ചാലും, കോമൺ മാർക്കറ്റ് ചോദിച്ചാലും, എക്കണോമിക് യൂണിയൻ ചോദിച്ചാലും, പൊളിറ്റിക്കൽ യൂണിയൻ ചോദിച്ചാലും നമുക്ക് എന്തുണ്ട്, ആൻസർ ഉണ്ട്. നോക്കിക്കേ, ഇവിടെ എക്കണോമിക് ഇന്റഗ്രേഷൻസ് ആണ് കണ്ടോ. ഫ്രീ ട്രേഡ് ഏരിയയുടെ പ്രത്യേകത എന്തുവാ? ഫ്രീ ട്രേഡ് ഏരിയ എന്ന് പറയുന്നത് അവിടെ റിഡക്ഷൻ ഓഫ് ടാരിഫ് ബിറ്റ്വീൻ മെമ്പേഴ്സ്. അതായത് മെമ്പർ കൺട്രീസ് തമ്മിൽ എന്തില്ല, ടാക്സ് ഇല്ല. പക്ഷെ ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള എക്സ്റ്റേണൽ ടാരിഫ് ഉണ്ട് താനും. ഇപ്പോ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യയും US-ഉം മെക്സിക്കോയും ഉണ്ടെന്നിരിക്കട്ടെ, ഇവരാണ് മെമ്പർ കൺട്രി. അപ്പോ ഈ ഇന്ത്യയും US-ഉം മെക്സിക്കോയും തമ്മിൽ ടാക്സ് വേണ്ട. എന്നാൽ ഈ പറയുന്ന ആളുകള് പുറത്തുള്ള ഒരു രാജ്യവുമായിട്ട് ട്രേഡ് ചെയ്യുമ്പോൾ ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ടാരിഫുകൾ കാണും. ഇന്ത്യക്ക് ഇന്ത്യയുടെ ഒരു ടാക്സ് കാണും, US-ന് US-ന്റെ ഒരു ടാക്സ് കാണും, മെക്സിക്കോയ്ക്ക് മെക്സിക്കോയുടെ ഒരു ടാക്സ് കാണും. അപ്പൊ ഇവര് ഓരോരുത്തരും ഈ പറയുന്ന എക്സ്റ്റേണൽ കൺട്രീസുമായിട്ട് ട്രേഡ് നടത്തുമ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള ഇൻഡിവിജ്വൽ എക്സ്റ്റേണൽ ടാരിഫ് കാണും. അപ്പൊ അതാണ് ഫ്രീ ട്രേഡ് ഏരിയയുടെ പ്രത്യേകത. കണ്ടോ. ഇനി അടുത്തൊരു ലെവലാണ് കസ്റ്റംസ് യൂണിയൻ. അപ്പൊ ഇന്റഗ്രേഷൻ ലെവൽ കുറച്ചുകൂടെ കൂടുവാണ്. കസ്റ്റംസ് യൂണിയനിലേക്ക് വരുമ്പോൾ നോക്കിക്കേ, ഇവിടെ നേരത്തെ പറഞ്ഞ ഫ്രീ ട്രേഡ് ഏരിയയുടെ എല്ലാ ഫീച്ചേഴ്സും വരും, പ്ലസ് അവിടെ ഒരു കോമൺ എക്സ്റ്റേണൽ ടാരിഫും കാണും. അതായത് ഫ്രീ ട്രേഡ് ഏരിയയിൽ നമ്മൾ പറഞ്ഞ പോലെ രാജ്യങ്ങൾ തമ്മിൽ ട്രേഡ് നടക്കുമ്പോൾ എന്തില്ല, ടാരിഫ് ഇല്ല. ഇനി ഇവര് പുറത്തുള്ളൊരു എക്സ്റ്റേണൽ കൺട്രിയുമായിട്ട് ട്രേഡ് നടത്തുമ്പോൾ ഇവർക്ക് ടാരിഫ് കോമൺ ആയിരിക്കും, എക്സ്റ്റേണൽ ടാരിഫ് കോമൺ ആയിരിക്കും. അതായത് ഇവിടെ എത്ര രാജ്യങ്ങൾ തമ്മിലാണോ എഗ്രിമെന്റ് ഉള്ളത്, ഇവരിൽ ആര് പുറത്തുള്ള ഒരു രാജ്യവുമായിട്ട് ട്രേഡ് നടത്തിയാലും ഇവരുടെ എല്ലാം എക്സ്റ്റേണൽ ടാരിഫ് സെയിമാ. നേരത്തെ പറഞ്ഞെടുത്ത് ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ടാരിഫ് ഉണ്ടായിരുന്നു. അതാണ് ഫ്രീ ട്രേഡ് ഏരിയ. അപ്പൊ കുറച്ചും കൂടി ഹൈ ഇന്റഗ്രേറ്റഡ് ആയതാണ് കസ്റ്റംസ് യൂണിയൻ. കസ്റ്റംസ് യൂണിയന്റെ പ്രത്യേകത മെമ്പർ കൺട്രീസ് തമ്മിൽ ടാരിഫ് ഇല്ല. ഇനി എക്സ്റ്റേണൽ കൺട്രിയുമായിട്ട് ട്രേഡ് നടത്തുമ്പോൾ ഇവർക്ക് എല്ലാവർക്കും സെയിം ടാരിഫാണ്, കോമൺ എക്സ്റ്റേണൽ ടാരിഫാണ്. ഇനി അതിന്റെ ഒരു ഹൈ ലെവൽ ഓഫ് ഇന്റഗ്രേഷൻ ആണ് കോമൺ മാർക്കറ്റ്. കസ്റ്റംസ് യൂണിയനെക്കാട്ടി കുറച്ചുകൂടെ ഹൈ ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു ട്രേഡ് എഗ്രിമെന്റ് അല്ലെങ്കിൽ ഒരു ഏരിയ ആണ് കോമൺ മാർക്കറ്റ് എന്ന് പറയുന്നത്. കോമൺ മാർക്കറ്റിന്റെ പ്രത്യേകത നേരത്തെ പറഞ്ഞ പോലെ ഇതെല്ലാം വരും കേട്ടോ. അതായത്
രാജ്യങ്ങൾ തമ്മിൽ ട്രേഡ് നടക്കുമ്പോൾ ടാരിഫ് ഇല്ല, മെമ്പർ കൺട്രീസ് തമ്മിൽ ടാരിഫ് ഇല്ല, എക്സ്റ്റേണൽ ടാരിഫ് കോമൺ ആയിരിക്കും, പ്ലസ് ഫ്രീ മൂവ്മെന്റ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് സർവീസസ്. ഇവർക്ക് ഈ നമ്മുടെ ലേബറും ക്യാപിറ്റലും ഒക്കെ എന്താണ് ഫ്രീ ആയിട്ട്, ഫ്രീ മൂവ്മെന്റ് ആണ് കേട്ടോ. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഒക്കെ ഫ്രീ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാം, മൂവ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഈ കോമൺ മാർക്കറ്റിനെക്കാട്ടി കുറച്ചുകൂടി ഹൈലി ഇന്റഗ്രേറ്റഡ് ആണ് എക്കണോമിക് യൂണിയൻ. എക്കണോമിക് യൂണിയനിലേക്ക് വരുമ്പോൾ ഈ പറഞ്ഞ എല്ലാം വരും. അതായത് രാജ്യങ്ങൾ തമ്മിൽ ടാരിഫ് ഇല്ല, കോമൺ എക്സ്റ്റേണൽ ടാരിഫ് ആണ്, ക്യാപിറ്റലും സർവീസുകളും ലേബറും ഒക്കെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാം, പ്ലസ് കോമൺ മോണിറ്ററി ആൻഡ് ഫിസ്ക്കൽ പോളിസി. ഇവരുടെ മോണിറ്ററി പോളിസിയും ഫിസ്ക്കൽ പോളിസിയും സെയിം ആയിരിക്കും ഇവിടെ ഈ എക്കണോമിക് യൂണിയനിലുള്ള മെമ്പർ കൺട്രീസിന്. എക്കണോമിക് യൂണിയനിൽ വരുന്നിരിക്കുന്ന മെമ്പർ കൺട്രീസ് ആരൊക്കെ ഉണ്ടോ അവരുടെ എല്ലാം മോണിറ്ററി പോളിസിയും ഫിസ്ക്കൽ പോളിസിയും ഒക്കെ സെയിം ആയിരിക്കും. ഇനി അതിനെക്കാട്ടിലും ഇന്റഗ്രേറ്റഡ് ആണ് പൊളിറ്റിക്കൽ യൂണിയൻ എന്ന് പറയുന്നത്. പൊളിറ്റിക്കൽ യൂണിയന്റെ പ്രത്യേകത ഇവിടെ വരുന്ന മെമ്പർ കൺട്രീസിന് എല്ലാവർക്കും കോമൺ ഗവൺമെന്റ് ആയിരിക്കും. പക്ഷെ അങ്ങനെ ഈ പൊളിറ്റിക്കൽ യൂണിയൻ ആക്ച്വലി ഇല്ല. ഇത് നമുക്ക് യഥാർത്ഥത്തിൽ ഇല്ല. കാരണം ഒരേ ഗവൺമെന്റ് വരുന്ന രാജ്യങ്ങളില്ല. ഇപ്പൊ ഇന്ത്യക്ക് ഇന്ത്യയുടെ ഗവൺമെന്റ് ആണ്, യുഎസിന് യുഎസിന്റെ ഗവൺമെന്റ് ആണ്. ഇപ്പൊ ഇവിടെ ഈ പൊളിറ്റിക്കൽ യൂണിയനിൽ പറയുന്നത് ഇതിനകത്തുള്ള രാജ്യങ്ങൾക്ക് നമ്മൾ ഈ പറഞ്ഞ തൊട്ട് മുന്നേ പറഞ്ഞ ഇത്രയും ഫീച്ചേഴ്സും വരും, പ്ലസ് ഇവർക്ക് എല്ലാവരെയും ഭരിക്കുന്നത് ഒരു ഗവൺമെന്റ് ആയിരിക്കും. അങ്ങനെ സെയിം ഗവൺമെന്റ് ഭരിക്കുന്ന കുറെ രാജ്യങ്ങൾ നമുക്കില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു റിയാലിറ്റിയിൽ ഇല്ല എന്ന് നമുക്ക് പറയാം. അപ്പൊ ഇതാണ് നമ്മുടെ ലെവൽ ഓഫ് ഇന്റഗ്രേഷൻ. രാജ്യങ്ങൾ തമ്മിലുള്ള ട്രേഡ് എന്ത് ചെയ്യാനാ, ലിബറലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇന്റഗ്രേഷൻ ആണ് കേട്ടോ. ട്രേഡ് ഇന്റഗ്രേഷൻസ് ആണ്. അപ്പോ ലീസ്റ്റ് ഇന്റഗ്രേറ്റഡിൽ നിന്ന് മോസ്റ്റ് ഇന്റഗ്രേറ്റഡിലേക്കാണ് നമ്മൾ ഈ പഠിക്കുന്നത്. മനസ്സിലായോ? നിങ്ങൾക്ക് ക്ലിയർ ആയോ? ഇത് ക്ലിയർ ആയിട്ടുണ്ടോ? നമുക്ക് ഉറപ്പായിട്ടും ചോദിക്കുന്നത് കേട്ടോ, എക്സാമിന് ഷുവർ ആയിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. ഇതിന് ഏതെങ്കിലും നിങ്ങൾക്ക് ചോദിക്കും. ഒന്നെങ്കിൽ ഫ്രീ ട്രേഡ് ഏരിയ, അല്ലെ കസ്റ്റംസ് യൂണിയൻ, കോമൺ മാർക്കറ്റ്, എക്കണോമിക് യൂണിയൻ. ഇത് സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് തെറ്റിപ്പോകരുത്. ഈ ഫീച്ചേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകരുത്. അപ്പൊ ഈ ഒരു ഓർഡറിൽ തന്നെ നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ചോദ്യം നോക്കാം. പ്രൈമറി ഗോൾ ഓഫ് ഇന്ത്യാസ് ലിബറലൈസേഷൻ പോളിസി. ഇന്ത്യയുടെ ലിബറലൈസേഷൻ പോളിസിയുടെ പ്രൈമറി ഗോൾ എന്താണ്? ഇൻക്രീസ് ഗവൺമെന്റ് കൺട്രോൾ, reduce trade barriers, limit foreign investment. നമുക്ക് പെട്ടെന്ന് തന്നെ ആൻസർ ചെയ്യാൻ പറ്റും അല്ലേ? ഓക്കെ, ബി ആണോ? നോക്കാം. യെസ്, റെഡ്യൂസ് ട്രേഡ് ബാരിയേഴ്സ്, ഓപ്പൺ ദി എക്കണോമി ആൻഡ് എൻകറേജ് പ്രൈവറ്റ് സെക്ടർ പാർട്ടിസിപ്പേഷൻ അല്ലേ? ലിബറലൈസേഷന്റെ ഗോള് നമുക്കറിയാം. യെസ്, 1991 ഇൻട്രൊഡ്യൂസ് ചെയ്ത LPG, അതില് ലിബറലൈസേഷന്റെ ഗോൾ എന്ന് പറയുന്നത് ലിബറലൈസിങ് ദി എക്കണോമി ഫ്രം റെസ്ട്രിക്ഷൻസ് ഓൺ ഗ്രോത്ത് അല്ലെ? അതായത് എക്കണോമിയെ ലിബറലൈസ് ചെയ്യുക. ലിബറലൈസ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാല് പ്രൈവറ്റ് സെക്ടറുടെ പാർട്ടിസിപ്പേഷൻ കൂട്ടുക എന്നുള്ളതാണ് അല്ലെ? ഗവൺമെന്റിന്റെ കൺട്രോൾ കുറച്ച് പ്രൈവറ്റിന്റെ കൺട്രോൾ അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്ടർ പാർട്ടിസിപ്പേഷൻ കൂട്ടണം. അതാണ് നമ്മുടെ ലിബറലൈസേഷന്റെ മെയിൻ ആയിട്ടുള്ള ഗോൾ. യെസ്, നെക്സ്റ്റ് ചോദ്യം നോക്കിക്കേ. ഡിസ്ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. എന്താണ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? യെസ്, ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഗവൺമെന്റിന്റെ ഓണർഷിപ്പ് കുറയ്ക്കുക എന്നുള്ളതാണ് അല്ലെ? അതായത് ഗവൺമെന്റിന്റെ പബ്ലിക് സെക്ടർ എന്റർപ്രൈസുകൾ ഗവൺമെന്റ് പ്രൈവറ്റ് സെക്ടറിന് വിൽക്കുന്നതാണ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ്. അക്വസിഷന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ്. അക്വസിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അക്വസിഷൻ എന്ന് പറയുന്നത്
ഗവൺമെന്റ് പിടിച്ചെടുക്കുന്നതാണ് അക്വിസിഷൻ. അതായത് പ്രൈവറ്റ് പാർട്ടീസിന്റെ കയ്യിലിരിക്കുന്ന, നമ്മൾ ഈ ബാങ്കുകളെയൊക്കെ നാഷണലൈസ് ചെയ്യുമ്പോൾ കണ്ടിട്ടില്ലേ, പ്രൈവറ്റ് പാർട്ടീസിന്റെ കയ്യിലിരിക്കുന്ന സ്ഥാപനങ്ങൾ ഗവൺമെന്റിന്റെ കൺട്രോളിലേക്ക് കൊണ്ടുവരും. അത് അക്വിസിഷൻ ആണ്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് എന്ത്? ഡിസ്ഇൻവെസ്റ്റ്മെന്റ്. അതായത് ഗവൺമെന്റിന്റെ കൺട്രോളിലുള്ള അല്ലെങ്കിൽ ഗവൺമെന്റ് അസറ്റുകൾ അല്ലെങ്കിൽ ഗവൺമെന്റ് എന്റർപ്രൈസുകൾ, പബ്ലിക് എന്റർപ്രൈസുകളെ ഫുള്ളി ഓർ പാർഷ്യലി ആർക്ക് കൊടുക്കുന്നു? പ്രൈവറ്റ് സെക്ടറിന് കൂടെ കൊടുക്കുന്നതിനെ അല്ലെങ്കിൽ സെല്ല് ചെയ്യുന്നതിനെ നമുക്ക് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം, MIS. ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ഡെപ്തിൽ വരത്തില്ല കേട്ടോ, ജസ്റ്റ് ബേസിക്സ് മാത്രമേ ചോദിക്കുകയുള്ളൂ. ബേസിക്സ് അങ്ങനെ ചോദിച്ച് കണ്ടിട്ടുള്ളൂ. മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം ഓക്കെ, ഓപ്ഷൻ ബി ആണ് അല്ലെ? യെസ്. മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഇൻഫർമേഷൻസിനെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് അല്ലെ. കളക്ട്, പ്രോസസ് ആൻഡ് പ്രൊവൈഡ് ഇൻഫർമേഷൻ ടു ഹെൽപ്പ് മാനേജേഴ്സ് മേക്ക് ഡിസിഷൻസ്. സോ ഈ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ഓർഗനൈസേഷനകത്ത് യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസും എല്ലാം അതിനകത്ത് വരും. അതായത് ഇപ്പൊ നമ്മുടെ ഡേറ്റാബേസ് ഉണ്ട്, അല്ലെങ്കിൽ ERP സിസ്റ്റംസ് ഉണ്ട്. ഇതൊക്കെ നമ്മുടെ ഡേറ്റ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ സിസ്റ്റത്തിനെയും നമുക്ക് എന്ത് പറയാം? മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയാം. അപ്പൊ അതിനകത്ത് അതൊരു സോഫ്റ്റ്വെയർ മാത്രമല്ല. അപ്പൊ അവിടെ നമുക്ക് ഈ പീപ്പിൾ വരും, അതേപോലെ പ്രൊസീജിയേഴ്സ് വരും, സോഫ്റ്റ്വെയർ വരും, ഹാർഡ്വെയർ വരും, ഡേറ്റ വരും. ഇതെല്ലാം കൂടെ ചേരുന്നതാണ് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം. സോ ഒരു ഓർഗനൈസേഷനിൽ ഡിസിഷൻ മേക്കിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഇൻഫർമേഷൻസിനെ അനലൈസ് ചെയ്യുക, ഇൻഫർമേഷൻസ് മാനേജേഴ്സിന് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് MISന്റെ മെയിൻ ആയിട്ടുള്ള ഗോള്. യെസ്, ഇത് നമ്മൾ കുറച്ച് മുന്നേ കണ്ട ഒരു ചോദ്യമാണ് അല്ലെ. ഹു ഈസ് ദി സക്സസർ ടു ഗാട്ട്? ഗാട്ടിന്റെ സക്സസർ ആരാണ്? WTO, IDBI, IMF, വേൾഡ് ബാങ്ക്. എല്ലാവരും ആൻസർ ചെയ്യണേ. നമ്മൾ നേരത്തെ കണ്ടതാണ് അല്ലെ. ഗാട്ടിനെ റീപ്ലേസ് ചെയ്തിട്ട് വന്നിട്ടുള്ളത് ആരാണ്? WTO ആണ് അല്ലെ. സക്സസർ എന്ന് പറയുമ്പോൾ, സക്സസർ എന്ന് പറയുന്നത് ഗാട്ടിന് ശേഷം അല്ലെങ്കിൽ ഗാട്ടിനെ റീപ്ലേസ് ചെയ്ത് വന്നതാണ് കേട്ടോ. അതിന് ശേഷം വരുന്നതിനെയാണ് നമ്മൾ ഈ സക്സസർ എന്ന് പറയുന്നത്. യെസ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. Andean Pact is a regional integration agreement related to. Andean Pact എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു റീജിയണൽ എഗ്രിമെന്റ് ആണ് കേട്ടോ. രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു എഗ്രിമെന്റ് ആണ്. പിന്നെ ഏത് രാജ്യങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണെന്നാണ് ചോദ്യം. യൂറോപ്പ്, ലാറ്റിൻ അമേരിക്കൻ ആൻഡ് കരീബിയൻ, സൗത്ത് ഏഷ്യ, മിഡിൽ ഈസ്റ്റ് ആൻഡ് ഏഷ്യ. ഏതാണ്? ജസ്റ്റ് ഗസ് ചെയ്തോ. നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിലും കുഴപ്പമില്ല, ഒന്ന് ഗസ് ചെയ്തോ. യെസ്, ആൻഡിയൻ പാക്ട് എന്ന് പറയുന്നത് ലാറ്റിൻ അമേരിക്കൻ ആൻഡ് കരീബിയൻ എഗ്രിമെന്റ് ആണ് കേട്ടോ. സോ ഇതിനെ നമുക്ക് ക്യാൻ എന്ന് പറയും, അതായത് ആൻഡിയൻ കമ്മ്യൂണിറ്റി ഓഫ് നേഷൻസ്. ഇതൊരു ഈ പറയുന്ന ലാറ്റിൻ അമേരിക്കൻ കൺട്രീസ് ആയിട്ടുള്ള ബൊളീവിയ, പെറു, ഇക്വാഡർ, കൊളംബിയ ഇങ്ങനെയുള്ള രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു റീജിയണൽ എക്കണോമിക് ഇന്റഗ്രേഷൻ എഗ്രിമെന്റ് ആണ്. നമ്മൾ നേരത്തെ കണ്ട പോലെ ഫ്രീ ട്രേഡ് ഏരിയ, കോമൺ മാർക്കറ്റ്, കസ്റ്റംസ് യൂണിയൻ, ഫ്രീ ട്രേഡ് ഏരിയ, കസ്റ്റംസ് യൂണിയൻ, കോമൺ മാർക്കറ്റ്,
എക്കണോമിക് യൂണിയൻ, പൊളിറ്റിക്കൽ യൂണിയൻ ഒക്കെ കണ്ടില്ലേ? അതേപോലെ രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു എഗ്രിമെന്റ് ആണ് ഈ ആന്റിയൻ പാക്ട് എഗ്രിമെന്റ്. സോ ഇവരുടെയും ഒബ്ജക്റ്റീവ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രാജ്യങ്ങൾ തമ്മിൽ ട്രേഡ് എന്ത് ചെയ്യുക, ലിബറലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അവിടെ ഒരു എക്കണോമിക് കോപ്പറേഷനും ട്രേഡ് ഇന്റഗ്രേഷനും അതുപോലെ മെമ്പർ കൺട്രീസിന്റെ ഡെവലപ്മെന്റും ഒക്കെയാണ് ഇവരും എന്ത് ചെയ്യുന്നത്, ലക്ഷ്യം വെക്കുന്നത്. അതേപോലെ രാജ്യങ്ങൾ തമ്മിലുള്ള ട്രേഡ് ബാരിയേഴ്സ് എന്ത് ചെയ്യുക, റെഡ്യൂസ് ചെയ്യണം. അതേപോലെ ഒരു മ്യൂച്വൽ എക്കണോമിക് ഗ്രോത്തും ഒക്കെയാണ് ഈ ഒരു എഗ്രിമെന്റുകളുടെ ലക്ഷ്യം. ഇപ്പൊ ഈ ആന്റിയൻ പാക്ട് എന്ന് പറയുന്നത് ലാറ്റിൻ അമേരിക്കൻ കൺട്രീസ് ആണ് കേട്ടോ. ലാറ്റിൻ അമേരിക്കൻ കൺട്രീസ് തമ്മിലുള്ള ഒരു എഗ്രിമെന്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോകാം. എത്തനോസെൻട്രിസം, പോളിസെൻട്രിസം, റീജിയോസെൻട്രിസം, ജിയോസെൻട്രിസം. ഇത് ഇന്റർനാഷണൽ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. നിങ്ങൾക്കൊന്ന് മാച്ച് ചെയ്യാൻ പറ്റുമോ? എത്തനോസെൻട്രിക്, പോളിസെൻട്രിക്, റീജിയോസെൻട്രിക്, ജിയോസെൻട്രിക്. ഇത് രാജ്യങ്ങൾ ഇന്റർനാഷണൽ ലെവലിലേക്ക് പോകുമ്പോൾ ഓരോ രാജ്യത്തിനും ഓരോ ബിഹേവിയർ കാണും. അതാണ് ഈ ഉദ്ദേശിച്ചേക്കുന്നത്. ഇപ്പോ എനിക്ക് ഇന്ത്യയിലൊരു കമ്പനി ഉണ്ട്. ഞാൻ ഇതിന്റെ ഒരു ബ്രാഞ്ച് US തുടങ്ങി, ഒരു സബ്സിഡറി ഞാൻ US സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ഞാൻ എന്റെ ഇന്ത്യയിലുള്ള കമ്പനിയുടെ സബ്സിഡറി US സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ ആ ഒരു സബ്സിഡറിയെ എങ്ങനെ മാനേജ് ചെയ്യുന്നു, അവരുടെ അവിടെ ഞാൻ എന്തൊക്കെ സ്ട്രാറ്റജീസ് എടുക്കുന്നു, അത് നമുക്ക് പല തരത്തിൽ ചെയ്യാം. ഇപ്പോ ഹോം കൺട്രി ഓറിയന്റേഷൻ ഉണ്ട്, ഹോസ്റ്റ് കൺട്രി ഓറിയന്റേഷൻ ഉണ്ട്. ഹോം കൺട്രി ഓറിയന്റേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഹോം കൺട്രി ഏതാണോ, അതായത് ഇപ്പൊ ഞാൻ US ഒരു ബ്രാഞ്ച് തുടങ്ങി, പക്ഷെ ഹോം കൺട്രി ഇന്ത്യയാണ്. അപ്പൊ ഇന്ത്യയിൽ എന്താണോ ഞാൻ യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജി, അത് തന്നെ ഞാൻ എന്റെ US ബ്രാഞ്ചിലും ഉപയോഗിക്കുന്നു. അതാണ് ഈ ഹോം കൺട്രി ഓറിയന്റേഷൻ. ഹോസ്റ്റ് കൺട്രി എന്ന് പറയുമ്പോൾ എവിടെയാണോ ഞാൻ എന്റെ ബിസിനസ് ബ്രാഞ്ച് ഇട്ടേക്കുന്നത്, ആ രാജ്യത്തെ അവിടെ പറ്റുന്ന സ്ട്രാറ്റജി, അവിടെ ഏതാണോ നല്ല സ്ട്രാറ്റജി, അല്ലെങ്കിൽ ആ രാജ്യത്ത് അനുസരിച്ചിട്ടുള്ള ഒരു സ്ട്രാറ്റജി ഞാൻ അവിടെ അഡോപ്റ്റ് ചെയ്യും. അതാണ് ഹോസ്റ്റ് കൺട്രി ഓറിയന്റേഷൻ. നിങ്ങൾക്ക് ഇതൊന്ന് മാച്ച് ചെയ്യാൻ പറ്റുമോ? എല്ലാവരും ഒന്ന് ആൻസർ ചെയ്യണേ. ജിഷി ആൻസർ ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ളവരും കൂടെ ഒന്ന് പറഞ്ഞേ. നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാമേ. നിങ്ങളൊന്ന് ആൻസർ ചെയ്തിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇത് നമുക്ക് വേണമെങ്കിൽ ഒരു ഗസ്സിൽ കൂടെ ഈ ഓപ്ഷൻസ് വെച്ചിട്ട് നമുക്ക് ഗസ് വർക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ഗസ് ചെയ്യാം. ഒരു ആൻസർ വെച്ചിട്ട് നമുക്ക് ഗസ് ചെയ്യാൻ പറ്റും. ഇവിടെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഈ നമ്മൾ എത്നിക് വെയർ എന്നൊക്കെ പറയുമല്ലോ. എത്നിക് വെയർ നമ്മൾ ഡ്രസ്സിലൊക്കെ എത്നിക് എന്നൊക്കെ പറയുന്നത് എന്തുവാ? നമ്മുടെ ഈ എത്തനോസെൻട്രിസം. അപ്പൊ അവിടെ എത്തനോ എന്ന് പറയുമ്പോ ആ എത്നിക് എന്ന് പറയുന്ന ഒരു വാക്ക് ഒന്ന് റിലേറ്റ് ചെയ്ത് നോക്കിക്കേ. എത്നിക് വെയറുകളൊക്കെ ഇല്ലേ, ഡ്രസ്സിങ്, നമ്മൾ ഡ്രസ്സൊക്കെ മേടിക്കുമ്പോ അല്ലെങ്കിൽ കടയിലൊക്കെ പോകുമ്പോ എത്നിക് വെയർ എന്നൊക്കെ കാണുമല്ലോ. എത്നിക് വെയർ എന്ന് പറയുന്നത് എന്താ? നമ്മുടെ കൾച്ചർ അനുസരിച്ച് നമ്മുടെ രാജ്യത്തെ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു കൾച്ചറൽ ആയിട്ടുള്ള ഡ്രസ്സുകളല്ലേ എത്നിക് ഡ്രസ്സുകളൊക്കെ. അപ്പൊ അങ്ങനെ റിലേറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് അത് ഒറ്റ ഓപ്ഷൻ വെച്ചിട്ട് ആൻസറിലേക്ക് എത്താൻ പറ്റും അല്ലേ? യെസ്, എത്തനോസെൻട്രിസം. എത്നിക് എന്ന് പറയുമ്പോൾ നമ്മുടെ ഹോം കൺട്രി എന്നൊരു നമ്മുടെ രാജ്യത്തിന്റെ അതല്ലേ എത്നിക്. അപ്പൊ അങ്ങനെ വരുമ്പോ A4 ആയിട്ട് നമുക്ക് പറയാം. അങ്ങനെയാണെങ്കിൽ A4 വരുന്ന ഒരു ഒറ്റ ഓപ്ഷനേ ഇവിടെ ഉള്ളൂ. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ആൻസറിൽ എത്താം. എന്നാലും നമുക്ക് നോക്കാം. ഈ എത്തനോസെൻട്രിസം, പോളിസെൻട്രിസം, റീജിയോസെൻട്രിസം, ജിയോസെൻട്രിസം, ഇത് നാലും ഒന്ന് നോക്കിക്കേ. ഇത് EPRG ഫ്രെയിംവർക്ക് ആണ് കേട്ടോ. എത്തനോസെൻട്രിക്, പോളിസെൻട്രിക്, റീജിയോസെൻട്രിക്, ജിയോസെൻട്രിക്, അതാണ് EPRG. വേണമെങ്കിൽ ഇത് നിങ്ങൾക്ക് ഒരു ഫുൾ ഫോം ആയിട്ടും ചോദിക്കാം. EPRG ഫ്രെയിംവർക്ക് അതായത് ഒരു കൺട്രി, ഒരു രാജ്യം അല്ലെങ്കിൽ ഒരു കമ്പനി ഇന്റർനാഷണൽ മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ അവർക്ക് ഈ 4 രീതിയിൽ ബിഹേവ് ചെയ്യാം. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഇന്ത്യയിലാണ് എനിക്കൊരു കമ്പനി ഉള്ളത്, ഇന്ത്യൻ കമ്പനിയാണ്. ഞാൻ ഇതിന്റെ ഒരു ബ്രാഞ്ച് അല്ലെങ്കിൽ ഒരു സബ്സിഡറി കമ്പനി ഞാൻ US സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പൊ ഞാൻ ഇന്റർനാഷണൽ മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്തതല്ലേ.
അങ്ങനെയല്ലേ രാജ്യങ്ങള് ഓരോ രാജ്യത്തെയും കമ്പനീസ് ഇന്റർനാഷണൽ ലെവലിലേക്ക് പോകുന്നത്. അപ്പൊ അങ്ങനെ പോകുമ്പോ ഈ നാല് തരത്തിൽ എനിക്ക് എന്ത് ചെയ്യാം, എന്റെ ഈ ഒരു ഇന്റർനാഷണൽ മറ്റു രാജ്യങ്ങളിലുള്ള എന്റെ ഈ സബ്സിഡറീസിനെ എനിക്ക് 4 രീതിയിൽ മാനേജ് ചെയ്യാം. എത്തനോസെൻട്രിക് ഓറിയന്റേഷൻ എന്ന് പറയുന്നത് ഹോം കൺട്രി പ്രാക്ടീസുകളെ ആയിരിക്കും സുപ്പീരിയർ ആയിട്ട് കാണുന്നത്. അതായത് ബ്രാഞ്ച് ഞാൻ US തുടങ്ങിയെങ്കിലും ഇന്ത്യയിലാണ് അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഉള്ളത്. അതായത് ഹോം കൺട്രി ഇന്ത്യയാണ്. ഇന്ത്യയിൽ എന്താണോ തീരുമാനിക്കുന്നത് അത് തന്നെ ഞാൻ US നടപ്പിലാക്കുന്നു. അപ്പോ ഇന്ത്യയിൽ ഞാൻ എന്റെ മെയിൻ കമ്പനി അല്ലെങ്കിൽ എന്റെ ആ ഒരു ഹെഡ് ക്വാർട്ടേഴ്സിനെ ഞാൻ എങ്ങനെയാണോ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നത് അതേ പ്രാക്ടീസുകളും അതേ സ്ട്രാറ്റജീസും തന്നെ ഞാൻ യൂസ് ചെയ്തിട്ട് US സബ്സിഡറിയും എന്ത് ചെയ്യുന്നു, മാനേജ് ചെയ്യുന്നു. അപ്പൊ ഇന്ത്യയിൽ എന്തൊക്കെ സ്ട്രാറ്റജി യൂസ് ചെയ്യുന്നു ആ സെയിം സ്ട്രാറ്റജി തന്നെ ആയിരിക്കും ഞാൻ എവിടെ യൂസ് ചെയ്യുന്നത്, US സബ്സിഡറിയിലും ഞാൻ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. ഞാൻ ഇന്ത്യയിലുള്ള എന്റെ കമ്പനിയെ എങ്ങനെ മാനേജ് ചെയ്യുന്നു അതേ രീതിയിൽ നമ്മുടെ സബ്സിഡറി മറ്റ് രാജ്യങ്ങളിലുള്ള സബ്സിഡറീസിനെ മാനേജ് ചെയ്യുന്നു. അതാണ് എത്തനോസെൻട്രിക് ഓറിയന്റേഷൻ. ഹോം കൺട്രിയിൽ എന്താണോ ചെയ്യുന്നത് അതാണ് നമുക്ക് ഏറ്റവും വലുത്. ഹോം കൺട്രിയിലുള്ള കാര്യങ്ങളാണ് സുപ്പീരിയർ. അതാണ് നമ്മൾ എല്ലായിടത്തും അപ്ലൈ ചെയ്യുന്നത്. ഇനി പോളിസെൻട്രിക് എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ഓരോ ഹോസ്റ്റ് കൺട്രിയെയും യുണീക്ക് ആയിട്ട് കാണും. അതായത് ഹോസ്റ്റ് കൺട്രി എന്ന് പറഞ്ഞാൽ എന്താ, ഹോം കൺട്രി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹെഡ് ക്വാർട്ടർ ഇരിക്കുന്ന രാജ്യം. അതായത് ഈ കമ്പനി ഏത് രാജ്യത്തിന്റെ കമ്പനിയാണോ ആ ഡൊമസ്റ്റിക് കമ്പനി, അതാണ് ഹോം കൺട്രി. ഡൊമസ്റ്റിക് കൺട്രി അതാണ് ഹോം കൺട്രി. ഇനി ഹോസ്റ്റ് കൺട്രി എന്ന് പറയുന്നത് ഞാൻ ഏത് രാജ്യത്താണോ ബ്രാഞ്ച് തുടങ്ങിയത് ആ രാജ്യമാണ് നമ്മുടെ ഹോസ്റ്റ് കൺട്രി. ഒരു ഇന്ത്യൻ കമ്പനി US ബ്രാഞ്ച് തുടങ്ങുമ്പോൾ US ഹോസ്റ്റ് കൺട്രി ആകും. ഇനി കാനഡയിൽ ബ്രാഞ്ച് തുടങ്ങി, കാനഡ ഹോസ്റ്റ് കൺട്രി ആയി. അപ്പോ പോളിസെൻട്രിക് ഓറിയന്റേഷനിലേക്ക് വരുമ്പോ ഇവിടെ ഓരോ ഹോസ്റ്റ് കൺട്രിയെയും യുണീക്ക് ആയിട്ടാണ് കണക്കാക്കുന്നത്. അതായത് ഈ ഓരോ ഹോസ്റ്റ് കൺട്രിയിലുമുള്ള നമ്മുടെ സബ്സിഡറീസ് ഉണ്ടല്ലോ, ബ്രാഞ്ചുകൾ ഉണ്ടല്ലോ, ആ ഓരോ സബ്സിഡറീസും അവരുടേതായിട്ടുള്ള സ്ട്രാറ്റജീസ് അവർ തന്നെയാണ് തീരുമാനിക്കുന്നത്. ഹോം കൺട്രിയിൽ എന്താണോ നടക്കുന്നത് അതേപടി എടുത്ത് അവിടെ നടപ്പാക്കുകയല്ല ചെയ്യുന്നത്. ഇവിടെ ഇവർ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പോളിസെൻട്രിക്കിൽ പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഹോം കൺട്രി ഇന്ത്യ ആണെന്നും പറഞ്ഞ് ഇന്ത്യയിൽ ചെയ്യുന്ന പോലെ തന്നെ ബാക്കിയുള്ള രാജ്യങ്ങളിലെ നമ്മുടെ ബ്രാഞ്ചുകളെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഓരോ ഹോസ്റ്റ് കൺട്രിയും യുണീക്കാ. ഇന്ത്യയിലുള്ള ആളുകളെ പോലെ ഉള്ളവരല്ല US ഇന്ത്യയിലുള്ള കസ്റ്റമേഴ്സിന്റെ ബിഹേവിയർ അല്ല US കസ്റ്റമർ ബിഹേവിയർ. ഇന്ത്യയിലുള്ള നിയമങ്ങളല്ല US നിയമങ്ങൾ. അപ്പോ ഹോം കൺട്രിയിൽ എന്താണോ ചെയ്യുന്നത് അതേപടി എടുത്ത് മറ്റു കൺട്രീസിൽ ഉള്ള നമ്മുടെ ബ്രാഞ്ചുകളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മാനേജ് ചെയ്യാൻ പറ്റില്ല. ഇവര് പറയുന്നത് ഓരോ ഹോസ്റ്റ് കൺട്രിയും യുണീക്ക് ആണ്. അപ്പോ ഓരോ കൺട്രിയിലുമുള്ള സബ്സിഡറീസ്, ലോക്കൽ സബ്സിഡറി എന്ന് പറയുന്നത് ഓരോ രാജ്യത്തുമുള്ള നമ്മുടെ സബ്സിഡറീസ് ഉണ്ട്. അവരുടെ സ്ട്രാറ്റജീസ് തീരുമാനിക്കും. ആ രാജ്യത്തെ ആളുകളുടെ ബിഹേവിയറും അവിടുത്തെ നിയമങ്ങളും അവിടുത്തെ രീതികളും ഒക്കെ അനുസരിച്ച് ഓരോ ഹോസ്റ്റ് കൺട്രിയിലും എന്താണോ അതനുസരിച്ച് ആ ഹോസ്റ്റ് കൺട്രിയിലെ സബ്സിഡറീസ് അവരുടെ സ്ട്രാറ്റജീസ് എന്ത് ചെയ്തോളും, തീരുമാനിച്ചോളും. ഇതാണ് പോളിസെൻട്രിക് ഓറിയന്റേഷൻ. ഇനി റീജിയോസെൻട്രിക് എന്ന് പറയുന്നത്, ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോളിസെൻട്രിക്കിനെ പോലെ തന്നെയാണ്. പക്ഷേ ഇവിടെ നമ്മൾ ഓരോ ഇൻഡിവിജ്വൽ രാജ്യങ്ങളെ എടുക്കാതെ കൺട്രീസിനെ റീജിയൺ ആയിട്ട് ഗ്രൂപ്പ് ചെയ്യാണ്. അതാണ് റീജിയോസെൻട്രിക്. റീജിയൺ ആയിട്ട് ഗ്രൂപ്പ് ചെയ്യുന്നു. ഇപ്പോ ഏഷ്യ, നമ്മൾ ഈ കോണ്ടിനെന്റുകളൊക്കെ ഉണ്ടല്ലോ, ആ ഒരു റീജിയന്റെ അണ്ടറിൽ കുറെ രാജ്യങ്ങൾ കാണും. ഏഷ്യ, യൂറോപ്പ്. ഇപ്പൊ യൂറോപ്പിൽ തന്നെ നമുക്ക് UK ഉണ്ട്, ലണ്ടൻ ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു റീജിയൺ എടുത്തിട്ട് ഒരു റീജിയണിലേക്ക് ഒരു സ്ട്രാറ്റജി, അതാണ് റീജിയോസെൻട്രിക് ഓറിയന്റേഷൻ. ഇപ്പൊ നമുക്ക് ഇന്ത്യൻ കമ്പനിയാണ്, നമുക്ക് ഈ പറയുന്ന UK ലണ്ടനിലും ഇവിടെയൊക്കെ നമുക്ക് എന്തുണ്ട്, ബ്രാഞ്ചുകളുണ്ട്. അപ്പോ ഈ UK ലണ്ടനും ഒക്കെ നമ്മൾ യൂറോപ്പ് എന്ന് പറയുന്ന ഒരു റീജിയൺ ആയിട്ട് കണക്കാക്കി യൂറോപ്പ് റീജിയണിലുള്ള നമുക്ക് യൂറോപ്പിന്റെ അണ്ടറിൽ ഏതൊക്കെ രാജ്യങ്ങൾ വരുന്നോ അവിടെയൊക്കെയുള്ള നമ്മുടെ സബ്സിഡറീസിനെ നമ്മൾ ഒരു സ്ട്രാറ്റജി ഉപയോഗിക്കുന്നു. അവരെ മാനേജ് ചെയ്യാനും അവരുടെ മാർക്കറ്റിങ്ങും മാനേജ്മെന്റും പ്രൊഡക്ഷനും എല്ലാം നമ്മളൊരു സ്ട്രാറ്റജി ഉപയോഗിച്ചു. ഇനി നമുക്ക് മറ്റേതെങ്കിലും ഒരു റീജിയൺ എടുക്കുന്നു, ആ റീജിയണിന്റെ അണ്ടറിൽ വരുന്ന എല്ലാ രാജ്യങ്ങൾക്കും മറ്റൊരു സ്ട്രാറ്റജി. ഇതാണ് റീജിയോസെൻട്രിക് ഓറിയന്റേഷൻ. പിന്നെയുള്ളത് ജിയോസെൻട്രിക് ആണ്. ജിയോസെൻട്രിക്കിലേക്ക് വരുമ്പോൾ ഇവിടെ വേൾഡ് ഇറ്റ് സെൽഫ് ഈസ് ട്രീറ്റഡ് ആസ് എ സിംഗിൾ മാർക്കറ്റ്. ഇവിടെ നമ്മുടെ
ലോകത്തിനെ മൊത്തം ഒരൊറ്റ മാർക്കറ്റായിട്ടാണ് കണക്കാക്കുന്നത്. ലോകത്തിനെ മൊത്തം ഒറ്റ മാർക്കറ്റായിട്ട് കണക്കാക്കുക. അവിടെ ഇങ്ങനെ രാജ്യങ്ങൾ വേറെ, പല സ്ഥലങ്ങളിലും പല ആളുകൾ, ഇങ്ങനെയുള്ള വേർതിരിവുകൾ കാണിക്കാതെ നമ്മുടെ ലോകം മൊത്തം ഒരൊറ്റ മാർക്കറ്റായിട്ട് കണക്കാക്കിയിട്ട് ഈ ഏറ്റവും നല്ല പ്രാക്ടീസ് എന്താണോ, ഇപ്പം മാർക്കറ്റിംഗ്, നമ്മുടെ പ്രൊഡക്റ്റുകളെ മാർക്കറ്റ് ചെയ്യാനായിട്ട് പല പല വഴികളുണ്ട്. ഇതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതി, അതിപ്പോ US ചെയ്യുന്നതാണെങ്കിൽ അത് തന്നെ നമ്മുടെ എല്ലാ കമ്പനീസിനും അത് അഡോപ്റ്റ് ചെയ്യണം. നമ്മുടെ കമ്പനിയുടെ അണ്ടറിലുള്ള എല്ലാ സബ്സിഡറീസും, അതിപ്പോ അമേരിക്കയിലുള്ളതാണെങ്കിലും കാനഡയിലുള്ളതാണെങ്കിലും ആഫ്രിക്കയിലുള്ളതാണെങ്കിലും എല്ലായിടത്തുമുള്ള നമ്മുടെ സബ്സിഡറീസിന് ഈ ലോകത്തിനെ മൊത്തം ഒരു സിംഗിൾ മാർക്കറ്റ് ആയിട്ട് കണ്ടിട്ട് ഓരോ സ്ട്രാറ്റജീസും നമ്മൾ എടുക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സ്ട്രാറ്റജി, അത് ചിലപ്പോ US നമ്മുടെ സബ്സിഡറി യൂസ് ചെയ്യുന്നതാണെങ്കിൽ അവിടെ ഇങ്ങനെ ഒരു സ്ട്രാറ്റജി നമുക്ക് എടുക്കാമെങ്കിൽ അത് തന്നെ നമ്മൾ എല്ലായിടത്തും അഡോപ്റ്റ് ചെയ്യുന്നു. ഇനി മറ്റൊരു കാര്യത്തിലേക്ക്, പ്രൊഡക്ഷനിലേക്ക് വരുമ്പോൾ അത് നമുക്ക് ആഫ്രിക്കയിലുള്ള അവിടുത്തെ പ്രൊഡക്ഷൻ ആണ് കുറച്ചുകൂടെ നല്ലത്. അങ്ങനെയാണെങ്കിൽ ആ പ്രൊഡക്ഷൻ രീതി തന്നെ നമ്മുടെ എല്ലാ ബ്രാഞ്ചിലും നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നു. അപ്പൊ ഇന്ന സ്ഥലത്തെ കാര്യങ്ങൾ എടുക്കുന്നു എന്നല്ല, വേൾഡിനെ തന്നെ ഒരു സിംഗിൾ മാർക്കറ്റ് ആയിട്ട് കണ്ടിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പ്രാക്ടീസുകൾ നമ്മൾ എല്ലായിടത്തും അഡോപ്റ്റ് ചെയ്യുകയാണ്. ഇതാണ് ജിയോ സെൻട്രിക് ഓറിയന്റേഷൻ. അപ്പോൾ ഇതാണ് നമ്മുടെ EPRG ഫ്രെയിംവർക്ക്. ഒരു കമ്പനി ഇന്റർനാഷണൽ മാർക്കറ്റിലേക്ക് പോകുമ്പോൾ, ഇന്റർനാഷണൽ ലെവലിലേക്ക് പോകുമ്പോൾ അവർക്ക് 4 തരത്തിലാണ് അവർക്ക് ബിഹേവ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ 4 രീതിയിൽ അവർക്ക് അവരുടെ ഈ ഇന്റർനാഷണൽ സബ്സിഡറീസിനെയൊക്കെ മാനേജ് ചെയ്യാം. അതാണ് ഈ എത്തനോസെൻട്രിക്, പോളിസെൻട്രിക്, റീജിയോ സെൻട്രിക് ആൻഡ് ജിയോ സെൻട്രിക് ഓറിയന്റേഷൻ. ക്ലിയർ ആയോ? മനസ്സിലായോ? യെസ്. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം നോക്കാം. ഇത് സിമ്പിൾ ആണ് അല്ലെ? IBRDയിലെ 6 എന്താ ഉദ്ദേശിച്ചിരിക്കുന്നത്? ഇതെല്ലാം PYQ ആണ് കേട്ടോ, പ്രീവിയസ് ഇയറിലെ ചോദ്യ പേപ്പറുകളാണ്. രണ്ടുപേരെ ആൻസർ ചെയ്തിട്ടുള്ളല്ലോ, ബാക്കിയുള്ളവരും കൂടെ ഒന്ന് പറയണേ. എല്ലാരും ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്തേ. സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളല്ലേ? ഓക്കെ, അപ്പൊ IBRDയില് 6 എന്ന് പറയുന്നത് യെസ് റീകൺസ്ട്രക്ഷൻ ആണ് അല്ലെ? റീകൺസ്ട്രക്ഷൻ, ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ്. IBRD എസ്റ്റാബ്ലിഷ് ചെയ്തത് 1944 ബ്രിട്ടൻ വുഡ്സ് കോൺഫറൻസിന്റെ ഭാഗമായിട്ടാണ് ഈ IBRD എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഈ IBRD എന്ന് പറയുന്നത് വേൾഡ് ബാങ്ക് ഗ്രൂപ്പിന്റെ അണ്ടറിൽ വരുന്ന 5 ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഒന്നാണ് IBRD. ബാക്കിയൊക്കെ ഏതാണെന്ന് അറിയാമോ? വേൾഡ് ബാങ്ക് ഗ്രൂപ്പിന്റെ അണ്ടറിൽ വരുന്ന 5 ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏതൊക്കെയാണെന്നൊന്ന് പറയാമോ? ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? IDA, MIGA അല്ലേ? മിഗ. ICSID, IFC. യെസ് യെസ്, കറക്റ്റ് ആണ് കേട്ടോ. ജിഷി, ആര്യ കറക്റ്റ് ആണ് ആൻസർ ചെയ്തത്. യാ, അപ്പൊ നമുക്ക് നോക്കാം. IBRD എന്ന് പറയുന്നത് നമ്മുടെ വേൾഡ് ബാങ്ക് ഗ്രൂപ്പിന്റെ അണ്ടറിൽ വരുന്ന 5 ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഒന്നാണ്. IBRDയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് വാഷിംഗ്ടൺ DC ആണെന്ന് നമുക്കറിയാം. അപ്പൊ ഈ IBRD എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ച്വലി എസ്റ്റാബ്ലിഷ് ചെയ്തതിന്റെ മെയിൻ പർപ്പസ് എന്തായിരുന്നു? ഇവരുടെ ഒറിജിനൽ പർപ്പസ് എന്ന് പറയുന്നത് സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം യൂറോപ്പ് ഭയങ്കരമായിട്ട് തകർന്നു പോയി. അപ്പൊ ഈ സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം യൂറോപ്പിനെ റീകൺസ്ട്രക്ട് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ IBRD എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തത്. അത് ആ പേരിൽ തന്നെ ഉണ്ടല്ലോ, ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ അല്ലെ? റീകൺസ്ട്രക്ഷൻ. ആക്ച്വലി
യൂറോപ്പിനെ റീകൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തത്. പിന്നീട് അതിന്റെ ഇപ്പോഴത്തെ പ്രസന്റ് പർപ്പസ് എന്ന് പറയുന്നത് എന്താ? ഈ മെമ്പർ കൺട്രീസിന് എന്ത് കൊടുക്കുക? ഡെവലപ്മെന്റ് ഫൈനാൻസും മറ്റും പ്രൊവൈഡ് ചെയ്യുക, അതേപോലെ പോവർട്ടി റിഡക്ഷൻ, അതൊക്കെയാണ് ഇപ്പോഴത്തെ IBRDയുടെ പർപ്പസ്. അപ്പൊ ആക്ച്വലി ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത് യൂറോപ്പിനെ റീകൺസ്ട്രക്ട് ചെയ്യാനായിട്ടായിരുന്നു. യെസ്. ദെൻ നമ്മൾ നേരത്തെ കണ്ടു വേൾഡ് ബാങ്ക് ഗ്രൂപ്പിന്റെ അണ്ടറിൽ വരുന്ന 5 ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇത് നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ, എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോ വേൾഡ് ബാങ്കിന്റെ അണ്ടറിൽ വരുന്നതാണ് IBRD, ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ്, IDA, ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് അസോസിയേഷൻ, IFC, ഇന്റർനാഷണൽ ഫൈനാൻസ് കോർപ്പറേഷൻ, MIGA അല്ലെ, മൾട്ടിലാറ്ററൽ ഇൻവെസ്റ്റ്മെന്റ് ഗ്യാരണ്ടി ഏജൻസി, ദെൻ ICSID, ഇന്റർനാഷണൽ സെന്റർ ഫോർ സെറ്റിൽമെന്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഡിസ്പ്യൂട്ട്സ്. ഈ 5 ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് വേൾഡ് ബാങ്കിന്റെ അണ്ടറിൽ വരുന്നത്. അതൊന്ന് ഓർത്ത് വെക്കണേ. ഇനി IMFന്റെ മെമ്പർ കൺട്രീസ് എത്രയുണ്ടെന്ന് നോക്കിയേ. ഇതിപ്പം ഇപ്പോഴത്തെ കറണ്ട് അല്ല ചോദിച്ചേക്കുന്നത്. കറണ്ട് ചോദിച്ചാലും നമുക്ക് അതിന്റെ ഓപ്ഷൻസിൽ ഇല്ല. അപ്പോ ഈ മെമ്പർ കൺട്രീസ് സാധാരണഗതിയിൽ നമ്മളുടെ മെമ്പർ കൺട്രീസ് എത്ര ഉണ്ടായിരുന്നു? ഇപ്പൊ ഈ 2024 മാറിയിട്ടുണ്ട്. അപ്പൊ അതിന് മുന്നത്തെയാണ് കേട്ടോ. ബാക്കിയുള്ളവരും കൂടെ ഒന്ന് പറഞ്ഞേ. ഒരാൾ മാത്രമേ ആൻസർ ചെയ്യുന്നുള്ളല്ലോ. നമുക്ക് നോക്കാം എന്തായാലും. ടൈം പോകുന്നത് കേട്ടോ. നമുക്ക് മാക്സിമം ക്വസ്റ്റ്യൻസ് നോക്കണ്ടേ. യെസ്, ഓപ്ഷൻ എ 190 ആണ് കേട്ടോ. 190 മെമ്പർ കൺട്രീസ് ആയിരുന്നു ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിന്റെ അണ്ടറിലുള്ള മെമ്പർ കൺട്രീസ്. അറ്റ് പ്രസന്റ് 191 കൺട്രീസ് ഉണ്ട് കേട്ടോ. 2024 ഒരു രാജ്യവും കൂടെ വന്നിട്ടുണ്ട്. അങ്ങനെ 191 ഉണ്ട് അറ്റ് പ്രസന്റ്. 2024 മുന്നേ 190 മെമ്പർ കൺട്രീസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ത്യ IMFന്റെ മെമ്പർ ആണ്. ഇന്ത്യ മെമ്പർ ആയത് 1945 കേട്ടോ. ഇന്ത്യ IMFന്റെ മെമ്പർ ആയത് 1945. അത്രയും കാര്യം ഒന്ന് ഓർത്ത് വെക്കാം. അടുത്ത ചോദ്യം നോക്കാം. നാഫ്ത. നാഫ്ത ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. നാഫ്ത നമ്മൾ കേട്ടിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. നോർത്ത് അമേരിക്കൻ ഫ്രീ ട്രേഡ് ഏരിയ. ഫ്രീ ട്രേഡ് ഏരിയ, മൾട്ടിലാറ്ററൽ ട്രേഡ് എഗ്രിമെന്റ്, ഫോം ഓഫ് എക്കണോമിക് ഇന്റഗ്രേഷൻ. എന്താണ് നാഫ്ത എന്ന് പറയുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നാഫ്ത, നോർത്ത് അമേരിക്കൻ ഫ്രീ ട്രേഡ് ഏരിയ. അപ്പൊ ഇതെല്ലാം നമ്മുടെ ഈ എക്കണോമിക് ഇന്റഗ്രേഷൻസ് അല്ലേ, രാജ്യങ്ങൾ തമ്മിലുള്ള എഗ്രിമെന്റുകൾ അല്ലേ. ഫ്രീ ട്രേഡ് ഏരിയ ആണ്. അതായത് നാഫ്തയുടെ അണ്ടറിൽ വരുന്ന മെമ്പർ കൺട്രീസ് തമ്മിൽ ട്രേഡ് നടക്കുമ്പോൾ അവർക്ക് എന്തില്ല, ടാരിഫുകൾ കൊടുക്കണ്ട. ഇതൊരു മൾട്ടിലാറ്ററൽ ട്രേഡ് എഗ്രിമെന്റ് ആണ് അല്ലെ. ട്രേഡ് എഗ്രിമെന്റ്, രാജ്യങ്ങൾ തമ്മിലുള്ള ട്രേഡ് എഗ്രിമെന്റ് ആണ്. അതേപോലെ ഒരു ഫോം ഓഫ് എക്കണോമിക് ഇന്റഗ്രേഷനും ആണല്ലോ. ഇറ്റ്സ് എ ഫോം ഓഫ് എക്കണോമിക് ഇന്റഗ്രേഷൻ അല്ലേ, രാജ്യങ്ങൾ തമ്മിലുള്ള ഇന്റഗ്രേഷൻ അല്ലേ. ഇതിന്റെ മൂന്നിന്റെയും എക്സാമ്പിൾ ആണ് കേട്ടോ നാഫ്ത എന്ന് പറയുന്നത്. മൂന്നും വരും. സോ നോർത്ത് അമേരിക്കൻ ഫ്രീ ട്രേഡ് എഗ്രിമെന്റിന്റെ നാഫ്തയുടെ മെമ്പർ കൺട്രീസ്. ജിഷി എന്നാലും ആൻസർ ചെയ്തു, കുഴപ്പമില്ല കേട്ടോ. ബാക്കി ആരും ആൻസർ ചെയ്യുന്നില്ല. തുടക്കം തൊട്ടിട്ട് ജിഷി കറക്റ്റ് ആയിട്ടെല്ലാം ആൻസർ ചെയ്ത് വരുന്നുണ്ട്. തെറ്റാണേലും ശരിയാണേലും എല്ലാം ചെയ്യുന്നുണ്ട് കേട്ടോ. യെസ്, നോർത്ത് അമേരിക്കൻ ഫ്രീ ട്രേഡ് എഗ്രിമെന്റിന്റെ മെമ്പർ കൺട്രീസ് ആണ് US, കാനഡ, മെക്സിക്കോ. ചോദിക്കുന്ന കേട്ടോ, ഷുവർ ആയിട്ട് ചോദിക്കുന്നതാണ്. US, കാനഡ, മെക്സിക്കോ. നാഫ്ത ഫോം ചെയ്തത് 1994 അതൊരു ഫ്രീ ട്രേഡ് ഏരിയ ആണ്, നമ്മൾ പറഞ്ഞു. രാജ്യങ്ങൾ തമ്മിൽ ട്രേഡ് എന്ത് ചെയ്യുക, ലിബറലൈസ് ചെയ്യുക എന്നുള്ളതാണ് ലക്ഷ്യം. ദെൻ 2020 നാഫ്ത എന്ന് പറയുന്നതിന്റെ പേര് എങ്ങനെയായി? USMCA എന്നായി അല്ലെ. USMCA അതായത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് മെക്സിക്കോ കാനഡ എഗ്രിമെന്റ്. അപ്പൊ മൂന്ന് രാജ്യത്തിന്റെയും പേര് വെച്ച് തന്നെ അവരതിന്റെ നാഫ്തയുടെ പേര് മാറ്റി. US, കാനഡ, മെക്സിക്കോ, ഇത് മൂന്നൂടെ ചേർത്ത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് മെക്സിക്കോ കാനഡ എഗ്രിമെന്റ്, അതായത് USMCA എന്ന് നാഫ്തയെ
മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നാഫ്തയെ USMCA എന്ന് പറയുന്ന ഈ ഒരു പേരിലാണ് റീപ്ലേസ് ചെയ്തത്. 2020 അടുത്ത ചോദ്യം നോക്കിക്കേ. ഫസ്റ്റ് എയർപോർട്ട് ഇൻ ദ കൺട്രി ബിൽറ്റ് അണ്ടർ PPP മോഡ്. പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് ആണ് കേട്ടോ. PPP എന്ന് പറയുന്നത് പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ്. ഇതൊരു GK കലർന്ന ചോദ്യമാണ് അല്ലെ. നമ്മുടെ രാജ്യത്ത് ഈ പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പിന്റെ അണ്ടറിലുള്ള ഫസ്റ്റ് എയർപോർട്ട് ഏതാണ്? എല്ലാരും ഒന്ന് പറഞ്ഞേ. ബാക്കി ആരും ആൻസർ ചെയ്യുന്നില്ലല്ലോ. ആര്യ, സംഗീത അവരൊക്കെ എവിടെ പോയി? ആ തോമസ്. ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെയൊക്കെ കാണാതാകുമല്ലോ. വെറുതെ ഒന്ന് ഗസ് ചെയ്താൽ മതി. യെസ്, ഇവിടെ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ആണ് കേട്ടോ. നമ്മുടെ സിയാൽ ഉണ്ടല്ലോ, കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ആണ് പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് മോഡില് ഇന്ത്യയിൽ ബിൽഡ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് എയർപോർട്ട് എന്ന് പറയുന്നത്. ഈ പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് എന്താണെന്ന് നമുക്ക് നോക്കണം. പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് ഗവൺമെന്റും പ്രൈവറ്റും തമ്മിൽ, ഗവൺമെന്റും പ്രൈവറ്റ് കമ്പനിയും തമ്മിൽ അവർ ഒരുമിച്ചുള്ള അവര് പാർട്ട്ണർഷിപ്പിൽ നടത്തുന്ന സ്ഥാപനങ്ങളാണ് ഈ പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ്, PPP. അപ്പൊ ഈ വലിയ കൂടുതലും ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ടുകളൊക്കെയാണ് ഇങ്ങനെ ഗവൺമെന്റും പ്രൈവറ്റ് പാർട്ടീസും തമ്മിൽ ചേർന്ന് അവർ നടത്തുന്നത്. ഈ ഹൈവേയും മെട്രോയും ബ്രിഡ്ജും എയർപോർട്ടുകളും പോർട്ടുകളും ഒക്കെ. അപ്പം ഇവിടെ ഒരു ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? പ്രൈവറ്റ് കമ്പനീസ് ടെക്നോളജിയും മണിയും ഒക്കെ കൊണ്ടുവരും. ഗവൺമെന്റ് അവർക്ക് വേണ്ടിയുള്ള ലാൻഡും അപ്രൂവലും മറ്റ് സപ്പോർട്ടുകളും കൊടുക്കും. അപ്പൊ അങ്ങനെ അവർക്ക് എന്ത് ചെയ്യാം? ആ ഒരു അങ്ങനെ ഡെവലപ്മെന്റ് കിട്ടും അല്ലെ. രണ്ട് രീതിയിലും പ്രൈവറ്റ് കമ്പനീസിന്റെയും ഗവൺമെന്റിന്റെയും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്തിട്ടാകുമ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് അവർക്ക് ആ ഒരു പ്രോജക്റ്റ് കൊണ്ടുപോകാൻ പറ്റും. അതാണ് പ്രൈവറ്റ് പബ്ലിക് പാർട്ട്ണർഷിപ്പ്. സിയാൽ എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഈ പറയുന്ന PPP മോഡലിലുള്ള ഫസ്റ്റ് എയർപോർട്ട് ആണ്. 1999 സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. സോ ഈ സിയാലിന്റെ ഓണർഷിപ്പ് ഗവൺമെന്റും NRIയും പ്രൈവറ്റ് ഇൻവെസ്റ്റേഴ്സും എല്ലാവരും ചേർന്നിട്ടാണ് അത് ഓൺ ചെയ്തിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം നോക്കിക്കേ. എക്സ്പാൻഷൻ ഓഫ് ബിസിനസ് ബൈ പിസ്സ ഹട്ട് ആൻഡ് ബാസ്കിൻ റോബിൻസ് ഇൻ ഇന്ത്യ. ഈ പിസ്സ ഹട്ടും ബാസ്കിൻ റോബിൻസും ഒക്കെ ഇതൊന്നും ഇന്ത്യൻ കമ്പനീസ് അല്ല. അപ്പൊ ഇവര് ഇന്ത്യയിൽ അവരുടെ ബിസിനസ്സുകൾ കൊണ്ടുവരുമ്പോ, അവരുടെ ബ്രാഞ്ചുകൾ ഇന്ത്യയിൽ കൊണ്ടുവരുവാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം, എന്ത് പേരിട്ട് വിളിക്കാം? യെസ്, ഇന്റർനാഷണൽ ഫ്രാഞ്ചൈസിങ് ആണ് അല്ലെ. അതിനെ ഇന്റർനാഷണൽ ഫ്രാഞ്ചൈസിങ് എന്ന് പറയാം. അപ്പൊ ഇന്റർനാഷണൽ ഫ്രാഞ്ചൈസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു രാജ്യത്തുള്ള കമ്പനി മറ്റ് രാജ്യത്തുള്ള ആളുകൾക്ക് ആ കമ്പനിയുടെ ബ്രാഞ്ച് നെയിമും പ്രൊഡക്റ്റുകളും പ്രോസസ്സുകളും എല്ലാം യൂസ് ചെയ്യാനുള്ള റൈറ്റ് കൊടുക്കുകയാണ്. അപ്പൊ അങ്ങനെ കൊടുക്കുന്നതിന് പകരം അവർ തിരിച്ച് റോയൽറ്റി വാങ്ങും അല്ലെ. അത് ഫ്രാഞ്ചൈസർ എന്ന് പറയുന്നത് ആ ഒറിജിനൽ കമ്പനി, ഫ്രാഞ്ചൈസി എന്ന് പറയുന്നത് അത് ആ ഒരു റൈറ്റ് വാങ്ങിയിട്ടുള്ള മറ്റ് രാജ്യങ്ങളായിരിക്കും ഈ ഫ്രാഞ്ചൈസി. ഇപ്പോ KFC ഫ്രാഞ്ചൈസർ ആണ്. KFCയുടെ ഫ്രാഞ്ചൈസീസ് ആണ് നമ്മൾ ഈ കാണുന്ന പല സ്ഥലങ്ങളിൽ അതിന്റെ ഫ്രാഞ്ചൈസീസ് ഉണ്ട് അല്ലെ. അപ്പൊ അത് മറ്റ് രാജ്യങ്ങൾ ഈ ഫ്രാഞ്ചൈസി എടുക്കുവാണെങ്കിൽ അതാണ് ഇന്റർനാഷണൽ ഫ്രാഞ്ചൈസി. യെസ്, നെക്സ്റ്റ് ചോദ്യം നോക്കിക്കേ. ഹയസ്റ്റ് ലെവൽ ഓഫ് എക്കണോമിക് ഇന്റഗ്രേഷൻ. ഇതിനകത്ത് ഏറ്റവും ഹയസ്റ്റ് ലെവൽ ഓഫ് ഇന്റഗ്രേഷൻ ഏതാണ്? നമ്മൾ കുറച്ചു മുന്നേ ആ ഒരു ഇമേജ് വരെ കണ്ടതാ. അതിന്റെ ഒരു ഗ്രാഫ് നമ്മൾ കണ്ടു. ഹയസ്റ്റ് ലെവൽ ഓഫ് ഇന്റഗ്രേഷൻ. ജിഷി A ആണോ? ഒന്ന്
നിങ്ങൾ ആലോചിച്ച് ആൻസർ ചെയ്തേ. ഹയസ്റ്റ് ലെവൽ ഓഫ് ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞാല് നമ്മള് എങ്ങനെയാ കണ്ടത്? ലീസ്റ്റ് ഇന്റഗ്രേറ്റഡിൽ നിന്ന് മോസ്റ്റ് ഇന്റഗ്രേറ്റഡിലേക്ക് പോയില്ലായിരുന്നോ? ഏറ്റവും ലോവസ്റ്റ് ലെവൽ ഓഫ് ഇന്റഗ്രേഷൻ അല്ലേ ഫ്രീ ട്രേഡ് ഏരിയ? നിങ്ങൾ ആ ഗ്രാഫ് കണ്ടല്ലേ? ഏറ്റവും ലോവസ്റ്റ് അല്ലേ ഫ്രീ ട്രേഡ് ഏരിയ? അതിൽ നിന്ന് നമ്മൾ ഫ്രീ ട്രേഡ് ഏരിയയിൽ നമ്മൾ പറഞ്ഞ എന്താ? കുറച്ച് ഈ പറയുന്ന രാജ്യങ്ങൾ മെമ്പർ കൺട്രീസ് തമ്മിൽ ടാരിഫ് ഇല്ല, ബാക്കിയൊക്കെ അവർക്ക് ഇൻഡിവിജ്വൽ എക്സ്റ്റേണൽ ടാരിഫ് ആണ്, മറ്റു കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ ലീസ്റ്റ് ഇന്റഗ്രേറ്റഡ് ആ. അതിനെക്കാട്ടി കുറച്ചുകൂടി ഇന്റഗ്രേഷൻ വരും ഏതിലാ? കസ്റ്റംസ് യൂണിയൻ. പിന്നെ കുറച്ചുകൂടി ഇന്റഗ്രേഷൻ വരും കോമൺ മാർക്കറ്റ്, പിന്നെ എക്കണോമിക് യൂണിയൻ. ഏറ്റവും ഹയസ്റ്റ് പൊളിറ്റിക്കൽ യൂണിയൻ ആണ് നമ്മുടെ ഓപ്ഷൻസിനകത്തുള്ളത്. ഏതാ? എക്കണോമിക് യൂണിയനാ. അപ്പൊ നമുക്ക് ഓപ്ഷൻ ഡി എടുക്കാം. യെസ്, നമ്മളിത് കണ്ടതാ അല്ലെ? ഇന്റഗ്രേഷൻ എങ്ങനെയാ നമ്മൾ കണ്ടതാ. FDI എന്ന് പറയുന്നത് എന്തിന്റെ ഭാഗമാണ്? ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്, ലിബറലൈസേഷൻ, ടാക്സേഷൻ, സബ്സിഡി, ഡൊമസ്റ്റിക് ബോറോയിങ്. യെസ്, FDI എന്ന് പറയുന്നത് ലിബറലൈസേഷന്റെ ഭാഗമാണല്ലേ FDI, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്. ലിബറലൈസേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ പറഞ്ഞു ഗവൺമെന്റ് കൺട്രോൾ കുറയ്ക്കുക, ഫോറിൻ ഇൻവെസ്റ്റ്മെന്റുകൾ എന്ത് ചെയ്യുക, പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ലിബറലൈസേഷനിൽ വരുന്നത്. FDI രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം കേട്ടോ. FDI തന്നെ നമ്മൾ പറഞ്ഞില്ലേ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്, അതായത് നേരത്തെ നമ്മൾ ഫോറിൻ പോർട്ട്ഫോളിയോയിലൊന്നും പറഞ്ഞ പോലെ അല്ല. FDI എന്ന് പറയുന്നത് എന്താണ്? ഈ ലോങ് ടേം അല്ലെങ്കിൽ ഒരു ലാസ്റ്റിംഗ് ഇൻട്രസ്റ്റോട് കൂടി നടത്തുന്ന ഇൻവെസ്റ്റ്മെന്റാ. അത് രണ്ട് രീതിയിലുണ്ട്, ഗ്രീൻഫീൽഡും ബ്രൗൺ ഫീൽഡും. ഗ്രീൻഫീൽഡ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് നമ്മളിപ്പോ US പോയിട്ട് ഒരു കമ്പനി സെറ്റപ്പ് ചെയ്തു, നമ്മളൊരു കമ്പനി സ്വന്തമായിട്ട് അവിടെ ബിൽഡ് ചെയ്യുവാണ്. ഇനി ബ്രൗൺ ഫീൽഡ് എന്ന് പറയുന്നത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കമ്പനി നമുക്ക് മേടിക്കുകയും ചെയ്യാം. ഇപ്പൊ US ഒരു കമ്പനി ഉണ്ട്, ആ കമ്പനി അവർ വിൽക്കുക. അപ്പോ ഞാൻ ഇന്ത്യയിലുള്ള വ്യക്തിയാണ്, ഞാൻ പോയിട്ട് US നിന്ന് അവരുടെ ആ കമ്പനി എന്റെ പേരിൽ വാങ്ങി. അതാണ് ബ്രൗൺ ഫീൽഡ് ഇൻവെസ്റ്റ്മെന്റ്. എക്സിസ്റ്റിംഗ് കമ്പനിയെ ടേക്ക് ഓവർ ചെയ്യുന്നതാണ് ബ്രൗൺ ഫീൽഡ് ഇൻവെസ്റ്റ്മെന്റ്. ഗ്രീൻ ഫീൽഡ് എന്ന് പറയുന്നത് നമ്മൾ പോയിട്ട് പുതിയതായിട്ടൊരു കമ്പനി സെറ്റപ്പ് ചെയ്തു, മറ്റൊരു രാജ്യത്ത് പോയിട്ട് പുതിയതായിട്ടൊരു കമ്പനി സെറ്റപ്പ് ചെയ്താൽ അത് ഗ്രീൻ ഫീൽഡ് ആകും. ഇനി അവിടെ ഉള്ള ഒരു കമ്പനിയെ നമ്മൾ ഇങ്ങനെ വാങ്ങുവാണെങ്കിൽ അത് ബ്രൗൺ ഫീൽഡ് ഇൻവെസ്റ്റ്മെന്റ് ആകും. ഇത് രണ്ടും ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റിന്റെ രണ്ട് ടൈപ്സ് ആണ് കേട്ടോ. അടുത്ത ചോദ്യം നോക്കിക്കേ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ട്രൂ റിഗാർഡിംഗ് FDI? FDIയില് ശരിയായിട്ടുള്ളത് ഇതിൽ ഏതാണ്? ആര്യ ശ്രീ പറഞ്ഞല്ലേ? യെസ്, സി ആണ് കേട്ടോ. സി ആണ് കറക്റ്റ് ആൻസർ. അതായത് FDI എന്ന് പറയുമ്പോൾ അവിടെ ക്യാപിറ്റലും മാനേജ്മെന്റും കൺട്രോളും എല്ലാം നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. യെസ്, ഓക്കെ. ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ഈസ് യൂഷ്വലി ഡൺ ടു. എന്തിനാ നമ്മൾ ഈ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നത്? നമ്മൾ കണ്ടില്ലേ നേരത്തെ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്താന്ന് നമുക്കറിയാം. ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാ? റെഡ്യൂസ് ഫിസ്ക്കൽ ബർഡൻ, raise government revenue, improve efficiency in public sector units. നോക്കാം. രണ്ട് മൂന്ന് ചോദ്യം കൂടെ ഉണ്ട് കേട്ടോ. നമുക്കൊന്ന് സ്പീഡിൽ പോകാമേ, ടൈം കഴിയാറായല്ലോ. ഇവിടെ ഓപ്ഷൻ ഡി ആണ് കേട്ടോ കറക്റ്റ് വരുന്നത്. മൂന്നും വരും. അതായത് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടു ഗവൺമെന്റ് എന്ത് ചെയ്യാണ്? അവരുടെ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സിനെ വിൽക്കുവാണ്, പ്രൈവറ്റ് പാർട്ടീസിന് വിൽക്കുവാണ്. സോ അങ്ങനെ വിൽക്കുമ്പോൾ ഗവൺമെന്റ് ഓണർഷിപ്പ് കുറയും. അവരുടെ മെയിൻ ഒബ്ജക്റ്റീവുകൾ ഒന്ന് ഗവൺമെന്റിന്റെ ബേർഡൻ കുറയ്ക്കുക എന്നുള്ളതാണ്. ഗവൺമെന്റിന്റെ എക്സ്പെൻഡിച്ചറും ഗവൺമെന്റിന്റെ ബേർഡനും ഫിസ്ക്കൽ ബേർഡൻ കുറയ്ക്കുക എന്നുള്ളത് ഒരു ഒബ്ജക്റ്റീവ് ആണ്. അതേപോലെ തന്നെ ഗവൺമെന്റ് റവന്യൂ, ഈ
ഗവൺമെന്റ് ഓണർഷിപ്പ് പ്രൈവറ്റ് പാർട്ടീസിന് വിൽക്കുമ്പോൾ ഗവൺമെന്റിന് റവന്യൂ കിട്ടും അല്ലെ. ദെൻ പബ്ലിക് സെക്ടർ യൂണിറ്റുകളിലെ എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യാന്നുള്ളതും ഈ പറയുന്ന ഡിസ്ഇൻവെസ്റ്റ്മെന്റിന്റെ ഒരു എയിം ആയിട്ട് വരും കേട്ടോ. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പബ്ലിക് സെക്ടർ യൂണിറ്റുകൾ നമ്മൾ കണ്ടിട്ടില്ലേ, ഈ നഷ്ടത്തിലായിട്ട് അല്ലെങ്കിൽ ഈ കൂട്ടിപ്പോകുന്ന അവസ്ഥയിലുള്ള ഗവൺമെന്റ് സ്ഥാപനങ്ങൾ അവർ പ്രൈവറ്റ് പാർട്ടീസിന് അങ്ങ് വിൽക്കുമ്പോൾ പ്രൈവറ്റ് പാർട്ടി അത് ഏറ്റെടുത്ത് അവർ നന്നായിട്ട് അതിനെ എന്ത് ചെയ്യും, നല്ല നിലയ്ക്ക് കൊണ്ടുപോകും. അപ്പൊ അവിടെ ഒരു പ്രൊഫഷണൽ മാനേജ്മെന്റും അങ്ങനെ അവർ കുറച്ചുകൂടെ പൈസയൊക്കെ അതിലിട്ട് കുറച്ചുകൂടെ പ്രൊഫഷണൽ ആയിട്ടൊക്കെ അതിനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകും. അപ്പൊ ഈ പറയുന്ന പബ്ലിക് സെക്ടർ യൂണിറ്റുകളെ എഫിഷ്യന്റ് ആയിട്ട് എന്ത് ചെയ്യാം, അവിടെ എഫിഷ്യൻസി കൂട്ടാനും നല്ല രീതിയിൽ മാനേജ് ചെയ്യാനും പറ്റും. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം നോക്കിക്കേ. PPP മോഡൽ ഈസ് മോസ്റ്റ്ലി യൂസ്ഡ് ഇൻ, എവിടെയാണ് കൂടുതലും ഈ പ്രൈവറ്റ് പബ്ലിക് പാർട്ട്ണർഷിപ്പുകൾ ഉപയോഗിക്കുന്നത്? നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞു. യെസ്, പ്രൈവറ്റ് പബ്ലിക് പാർട്ട്ണർഷിപ്സ് എന്ന് പറയുന്നത് പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ടുകളിലാണ് അല്ലെ, ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ടുകളിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. യെസ്, നെക്സ്റ്റ് ഒരു ചോദ്യം കൂടെ നോക്കിക്കേ. എക്കണോമിക് യൂണിയൻ ഈസ് ദി ഹയസ്റ്റ് ലെവൽ ഓഫ് എക്കണോമിക് ഇന്റഗ്രേഷൻ. എക്കണോമിക് യൂണിയൻ ഇൻവോൾവ് കോമൺ എക്കണോമിക് പോളിസി എമംഗ് മെമ്പേഴ്സ്. ഈ എക്കണോമിക് യൂണിയൻ ആണ് ഹയസ്റ്റ് ലെവൽ എന്ന് നമ്മൾ കാണുന്നത്. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, പൊളിറ്റിക്കൽ യൂണിയൻ എന്ന് പറയുന്നത് അത് തിയറിറ്റിക്കൽ ആയിട്ട് മാത്രമേ ഉള്ളൂ, അത് റിയാലിറ്റിയിൽ ഇല്ല. അതുകൊണ്ടാണ് എക്കണോമിക് യൂണിയൻ ആണ് ഹയസ്റ്റ് നമ്മൾ പല ഭാഗങ്ങളിലും കാണുന്നത്. ഈ ഒരു ചോദ്യം നിങ്ങൾ നോക്കിക്കേ, അസർഷൻ റീസണിങ് ആണ് കേട്ടോ. അസർഷൻ പറഞ്ഞേക്കുന്നത് എക്കണോമിക് യൂണിയൻ ആണ് ഹയസ്റ്റ് ലെവൽ ഓഫ് ഇന്റഗ്രേഷൻ. റീസണിൽ പറയുന്നു എക്കണോമിക് യൂണിയൻ എന്ന യൂണിയനകത്ത് ഈ പറയുന്ന എക്കണോമിക് പോളിസീസ്, മെമ്പർ കൺട്രീസ് തമ്മിലുള്ള എക്കണോമിക് പോളിസീസ് ഒക്കെ കോമൺ ആയിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത്? യെസ്, നിങ്ങൾ അസർഷൻ റീസൺ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഓർക്കേണ്ടത് ആദ്യം നിങ്ങൾ ചെയ്യേണ്ട എന്താ, ഇത് ഇൻഡിവിജ്വലി ഇത് രണ്ടും ശരിയാണോ നോക്കുക. അതായത് അസർഷൻ ആണോ റീസൺ ആണോ എന്നൊന്നും നോക്കണ്ട, രണ്ട് സ്റ്റേറ്റ്മെന്റുകളും ഇൻഡിവിജ്വലി ശരിയാണോ നോക്കുക. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എക്കണോമിക് യൂണിയൻ ആണ് ഹയസ്റ്റ് ലെവൽ ഓഫ് ഇന്റഗ്രേഷൻ, ശരിയാണെന്ന് നമുക്ക് പറയാം. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിൽ എക്കണോമിക് യൂണിയനിനകത്ത് കോമൺ എക്കണോമിക് പോളിസി ആയിരിക്കും, രാജ്യങ്ങൾ തമ്മിൽ മെമ്പർ കൺട്രീസ് തമ്മിലുള്ള എക്കണോമിക് പോളിസി കോമൺ ആയിരിക്കും. ഇൻഡിവിജ്വലി ഇത് രണ്ടും ശരിയാണെങ്കിൽ മാത്രം റീസൺ ആണോ നോക്കിയാൽ മതി. ഈ അസർഷന്റെ റീസൺ ആണോ രണ്ടാമത് പറഞ്ഞേക്കുന്നത് അത് നമുക്ക് നോക്കാൻ ഒരു ബിക്കോസ് ഇട്ടെന്ന് വായിച്ചാൽ മതി. എക്കണോമിക് യൂണിയൻ ഈസ് ദി ഹയസ്റ്റ് ലെവൽ ഓഫ് എക്കണോമിക് ഇന്റഗ്രേഷൻ ബിക്കോസ് എക്കണോമിക് യൂണിയൻ ഇൻവോൾവ് കോമൺ എക്കണോമിക് പോളിസി എമംഗ് മെമ്പേഴ്സ്. രണ്ടും ശരിയാണ്, കറക്റ്റ് എക്സ്പ്ലനേഷനുമാണ്. നമ്മൾ കണ്ടതല്ലേ എക്കണോമിക് യൂണിയനകത്ത് നമ്മൾ എന്തോ പറഞ്ഞേ, കോമൺ മോണിറ്ററി പോളിസിയും ഫിസിക്കൽ പോളിസിയും ഒക്കെ കോമൺ ആയിരിക്കും എന്നല്ലേ പറഞ്ഞത്. സോ അവിടെ പോളിസീസ് അവിടെ എന്തായിരിക്കും, കോമൺ ആയിരിക്കും. റീസണും ശരിയാണ് കേട്ടോ. യെസ്, ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞിരുന്നു, നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ അക്കൗണ്ടിങ് ആണ് നോക്കുന്നത്, ഒന്ന് പഠിച്ചു വെച്ചുകൊണ്ട് വരണം കേട്ടോ. ഫൈനാൻഷ്യൽ ആൻഡ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിന്റെ മോഡ്യൂൾ 1ഉം മോഡ്യൂൾ 2ഉം അത് രണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു ഓൾ. താങ്ക് യു. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.